കഴിഞ്ഞ വീഡിയോയിൽ വി സ്റ്റോപ്പ് ടിൽ ഐ ബിലീവ് റേഡിയോ ആക്ടിവിറ്റീൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പാർട്ടും ഏതൊക്കെ എലമെൻറ്റ്സ് ആണ് റേഡിയോ ആക്റ്റീവ് ആവുക, ഏതൊക്കെ സ്റ്റേബിൾ ആയിരിക്കും, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റെബിലിറ്റി ബെൽറ്റും നമ്മൾ എടുത്തിരുന്നു. എഗെയിൻ ഐ എം റിപ്പീറ്റിംഗ്, റേഡിയോ ആക്ടിവിറ്റി സെക്ഷൻ നിങ്ങളുടെ സിലബസിൽ നിന്ന് റിമൂവ്ഡ് ആണ് കേട്ടോ. ഇത് റിമൂവ്ഡ് ആണോ ഇല്ലയോ എന്ന് പറയട്ടെ, എങ്ങാനും എനിക്ക് മെസ്സേജ് കൊന്നളയും ഞാൻ നിങ്ങളോട് കേട്ടല്ലോ, റൈറ്റ്. അപ്പോൾ നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് റേഡിയോ ആക്ടിവിറ്റി തന്നെയാണ്. അതിൽ റേഡിയോ ആക്ടിവിറ്റി നടക്കുമ്പോൾ എന്ത് തരത്തിലുള്ള എമിഷൻസാണ് നമ്മുടെ സിലബസിൽ, ആസ് വെൽ ആസ് സിലബസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടെക്സ്റ്റ് ബുക്ക് കേട്ടോ. NCERT-യിൽ 3 എമിഷൻസാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്: ആൽഫ എമിഷൻ, ബീറ്റ എമിഷൻ, ഗാമ എമിഷൻ, റൈറ്റ്. ഇതിന് 6 ചിത്രീകരിക്കരുത് കേട്ടോ, ഗാമ, റൈറ്റ്, ക്ലിയർ. സോ ഫസ്റ്റ് ആൽഫ റേഡിയേഷൻ, ഓർ ഇറ്റ് ഈസ് നോൺ ആസ് ആൽഫ ഡീക്കേ ആണ് എടുക്കാൻ പോകുന്നത്, ക്ലിയർ, റൈറ്റ്. അപ്പോൾ എന്താണ് ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഹീലിയം ആറ്റമാണ്, റൈറ്റ്, ഓർ ഹീലിയത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിനേക്കാളും നല്ലത് വി സേ ആൽഫ ഈസ്, ഓർ ആൽഫ പാർട്ടിക്കിൾ ഈസ് എ ഹീലിയം ന്യൂക്ലിയസ്, റൈറ്റ്. ഹീലിയം ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഹാസ് 2 പ്രോട്ടോൺ ആൻഡ് 2 ന്യൂട്രോൺ, റൈറ്റ്. അപ്പോൾ ഒരു വലിയൊരു ന്യൂക്ലിയസ്, അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസിൽ നിന്ന് ഏതാണെന്ന് വിചാരിക്കുക കേട്ടോ. ഒരു അൺസ്റ്റേബിളായ ന്യൂക്ലിയസിൽ നിന്ന് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഒറ്റയടിക്ക് പോവുകയാണെങ്കിൽ ഐ വിൽ സേ ഒരു ആൽഫ പാർട്ടിക്കിൾ അതിൽ നിന്ന് പോയി. ക്ലിയർ ആവുണ്ടോ? ദാറ്റ് ഈസ് ഫ്രം ഒരു അൺസ്റ്റേബിൾ ആയിരിക്കുന്ന ന്യൂക്ലിയസിൽ നിന്ന് 2 പ്രോട്ടോണും 2 ന്യൂട്രോണും കാണാണ്ടായി, റൈറ്റ്. ദാറ്റ് മീൻസ് ആൽഫ പാർട്ടിക്കിൾ എമിഷൻ ഹാസ് ഹാപ്പൻഡ്. ക്ലിയർ ആവുണ്ട്, റൈറ്റ്. ഈ ആൽഫേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഹെവി പാർട്ടിക്കിൾ. എന്തുകൊണ്ടല്ലോ? 4 അല്ലേ, കണ്ടാ ആറ്റോമിക് മാസ് എടുക്കുന്നത് അല്ലേ. 4 എന്ന് പറഞ്ഞാൽ 4 AMU ആണ് അതിൻ്റെ ആറ്റോമിക് മാസ്, റൈറ്റ്. സോ ഇറ്റ് ഈസ് വെരി ഹെവി. നൗ ചാർജ് എത്രയാ? 2 പ്രോട്ടോണ് അല്ലേ. സോ +2 ചാർജ്, റൈറ്റ്. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ ഇതിനെ റെപ്രസെൻറ്റേഷൻ ചെയ്യുക, അതായത് ഒരു ആൽഫ ഡീക്കേ നടന്നു എന്ന് റെപ്രസെൻറ്റേഷൻ ചെയ്യുക. ഇങ്ങനെയാണല്ലോ നമ്മൾ ഏത് എലമെൻറ്റും എഴുതാം, റൈറ്റ്. വെർ A represents the atomic mass or mass number and Z represents the number of protons, right, അല്ലെങ്കിൽ atomic number, right. അപ്പോൾ when alpha decay occurs, that means ഒരു ആൽഫ പാർട്ടിക്കിൾ പോയി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പാരൻ്റ്, ഇതിനെ പാരൻ്റ് ഇതാണ് വിളിക്കുക, റൈറ്റ്. പാരൻ്റ് ന്യൂക്ലിയസ്, ഒരു ഡോട്ടർ ന്യൂക്ലിയസ് ആണ് ഉണ്ടാവുക, റൈറ്റ്. ക്ലിയർ ആവുണ്ടോ? Y, റൈറ്റ്. ആ Yൻ്റെ പ്രത്യേകത എഴുതുന്നതിന് മുമ്പ് എങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഒരു ആൽഫ പാർട്ടിക്കിൾ പോയി അല്ലേ. അപ്പോൾ ഒരു ആൽഫ പാർട്ടിക്കിളിന് ഇവിടെ എഴുതിയ ഹീലിയം, റൈറ്റ്. ശ്രദ്ധിച്ചേ, A നിന്ന് 4 പോയി, അപ്പോൾ ഇവിടെ ഡോട്ടർ, ഇത് ഡോട്ടറാണ് കേട്ടോ, ഇറ്റ് ഇസ് ഡോട്ടർ ന്യൂക്ലിയസ്, റൈറ്റ്. A നിന്ന് 4 പോയി കഴിഞ്ഞാൽ A-4, Z നിന്ന് 2 പോയാൽ Z-2. ക്ലിയർ ആവുണ്ടോ, റൈറ്റ്. ദിസ് ഇസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ആൽഫ എമിഷൻ. ഒന്നും കൂടി ശ്രദ്ധിക്കുക, ഒരു പാരൻ്റ് ന്യൂക്ലിയ ഉണ്ട്, അതിന് A എന്ന നമ്പർ ഓഫ് മാസ് നമ്പറും Z എന്ന് പറഞ്ഞ നമ്പർ ഓഫ് അല്ലെങ്കിൽ ആറ്റമിക് നമ്പറുമാണുള്ളത്. ഇതിൽ നിന്നൊരു ആൽഫ പാർട്ടിക്കിൾ പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുക, 4He2 എന്ന് എഴുതാം. അത് പോയി, A-ന്ന് 4 പോയി, Z-ന്ന് 2 പോയി. അപ്പോൾ യു ജനറേറ്റ് ന്യൂ ന്യൂക്ലിയ കോൾഡ് വാട്ട്, ഓർ Y എന്ന് പറഞ്ഞ ന്യൂ ന്യൂക്ലിയ. ഇത് പുതുതായി ജനറേഷൻ ചെയ്തതാണ് അല്ലേ. എന്ത്? ഇത് മാറിയിട്ട് പാരൻ്റ് ന്യൂക്ലിയായി 2ആയി വിഭജിച്ചിരിക്കുകയാണ് അല്ലേ. വിഭജിക്കുന്നത് എങ്ങനെയാണ്? ആൽഫ നഷ്ടപ്പെട്ടതുകൊണ്ട് അതൊരു പുതിയ ന്യൂക്ലിയായി മാറുകയാണ്. ക്ലിയർ ആവുണ്ടോ, റൈറ്റ്. അപ്പോൾ ഇതൊരു ന്യൂക്ലിയർ റിയാക്ഷനാണ്, കെമിക്കൽ റിയാക്ഷൻ അല്ല. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ഷൻ്റെ പ്രത്യേകത എന്താണ്? സം ഓഫ് ആറ്റോമിക് നമ്പർ, റൈറ്റ്, ആൻഡ് മാസ് നമ്പർ ഓൺ ബോത്ത് സൈഡ് ഷുഡ് ബി ഈക്വൽ. അതായത് ഇവിടെ എത്ര ഉണ്ടോ നോക്കിയേ, ലെഫ്റ്റ് LHS സൈഡ്, അതായത് പാരൻ്റ് ആറ്റത്തിൻ്റെ ആറ്റോമിക് മാസ് എത്ര? A, റൈറ്റ്. ആറ്റോമിക് മാസ് നമ്പർ എന്ന് പറയാം A. Z ആണ് അതിൻ്റെ ആറ്റോമിക് നമ്പർ. ഇവിടെ RHSൽ എന്താ? A-4 + 4 എന്താ? AN അല്ലേ. Z-2 + 2 എന്താ? ZN അല്ലേ. കണ്ട, അപ്പോൾ 2 സൈഡിലും, റൈറ്റ്, സം ഓഫ് ആറ്റോമിക് നമ്പർ, right,
and mass number on both the sides are to be equal. ഇതൊരു നിയമമാണ് whenever there is a nuclear reaction. ക്ലിയർ ആവുണ്ടോ? ഇപ്പം ഞാനൊരു എക്സാമ്പിൾ എഴുതാണ്, യുറാനിയം 238, റൈറ്റ്. ഇതിൽ നിന്ന് ഞാൻ പറയാണ് ഒരു ആൽഫ എമിഷൻ നടക്കാമെന്ന് വിചാരിച്ചു, റൈറ്റ്. യു വിൽ റൈറ്റ് എന്താ, ഒരു ഹീലിയം അല്ലേ, ന്യൂക്ലിയൈ പോയി പ്ലസ്, അപ്പോൾ ഒരു 4 പോയി കഴിഞ്ഞാൽ ഒരു ഡോട്ടർ ന്യൂക്ലിയൈ ഉണ്ടാവണം അല്ലേ. 4 പോയി കഴിഞ്ഞാൽ ഇതിന് 234, ഇവിടെ 92 2 പോയാൽ 90. ഇനി ഇത്രയും 90 ആറ്റമിക് 2 എഴുതി ചേട്ടാ, ആറ്റമിക് നമ്പർ ഉള്ളത് തോറിയത്തിനാണ്, റൈറ്റ്. സോ ഐ എം ഗോയിങ് ടു റീപ്ലേസ് Y with തോറിയം. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്, ക്ലിയർ, റൈറ്റ്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ആൽഫ എമിഷൻ. ക്ലിയർ, റൈറ്റ്. ഇപ്പോൾ നോക്കിയേ, ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എക്സാമ്പിളിൽ. പാരൻ്റ് ആറ്റത്തിൽ, അല്ലെങ്കിൽ പാരൻ്റ് ആറ്റം എന്നാണ് പറയണത് ഞാൻ, പാരൻ്റ് ന്യൂക്ലിയസ് എന്ന് തന്നെ പറയണം കേട്ടോ. പാരൻ്റ് ന്യൂക്ലിയസിന് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണോ? 92. നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ്? 146, റൈറ്റ്. ഡോട്ടർ ന്യൂക്ലിയർ, അതായത് തോറിയത്തിൻ്റെ, റൈറ്റ്, ഡോട്ടറിൻ്റെ, റൈറ്റ്, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇസ് 90 ആൻഡ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് 144 അല്ലേ. ഇവിടെ what is the N/P ratio? N/P ratio around 1.5 ആണ് വരിക. ഇവിടെ N/P ratio എന്താ? 1.6 അല്ലേ. അപ്പോൾ എനിക്ക് പറഞ്ഞൂടെ N/P ratio became higher. ആദ്യം 1.5 ആയിരുന്നു, 1. അതായത് ഒരു ആൽഫ എമിഷൻ ചെയ്തതിന് ശേഷം, right, when a parent nuclei or any nuclei which has undergone alpha emission will have an increase in N/P ratio. മനസ്സിലാവണണ്ട? N/P ratio കൂടുക എന്ന് പറഞ്ഞാൽ N ആണോ കൂടുന്നത്, P ആണോ കൂടുന്നത്? N ആണ് ഇൻക്രീസ് ചെയ്തത്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഇൻക്രീസ് ചെയ്തത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, റൈറ്റ്. സോ ഡ്യൂറിങ് ആൽഫ മിഷൻ ന്യൂട്രോണും പ്രോട്ടോണിലും ആരെ കൂടുന്നത്? നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇസ് ഇൻക്രീസിങ്. കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കണം അല്ലേ. അപ്പോൾ നോക്കിയിടൂ, നമ്മൾ സ്റ്റെബിലിറ്റീൻ്റെ ഒരു ഗ്രാഫ് വരച്ചത് ഓർമ്മട്ടെ. ഇങ്ങനെ ഇതല്ല, പ്രോപ്പർ ഇതല്ല, ഇവിടെ എഴുതിയ, എവിടെ വേണ്ട, ഇത് N/P ഇവിടെ കിട്ടെ. ഇതിങ്ങനെ സ്ട്രേറ്റ്, ഇവിടെ കർവ് ഇത്തിരി കൂടുതലാണ്, എന്തായാലും അല്ലേ, ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ച ഓർമ്മ ഉണ്ട. ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് N/P റേഷ്യോ കുറവുള്ള ഭാഗം ഇതാണ്, റൈറ്റ്, റൈറ്റ്. ഇതായിരുന്നു N/P റേഷ്യോ ലെസ് ആയിരിക്കുന്നത്, റൈറ്റ്. ക്ലിയർ. അപ്പോൾ അതിന് വേണമെങ്കിൽ എന്നിൻ്റെ റേഷ്യോ കൂട്ടിയിട്ട്, അല്ലേ, എന്നിൻ്റെ നമ്പർ കൂട്ടി, റൈറ്റ്, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ട്രൈ ടു കം ടു ദ സ്റ്റെബിലിറ്റി സെക്ഷൻ ബൈ ഇൻക്രീസിങ് ദ N/P. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്, ക്ലിയർ. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ എമിഷൻ നടക്കുമ്പോൾ, ദാറ്റ് ഈസ് വെൻ അവർ ആൽഫ എമിഷൻ ഇസ് അണ്ടർഗോയിങ്, ഹൈ എനർജി ഇസ് ഓൾസോ റിലീസ്ഡ്, റൈറ്റ്. അപ്പോൾ അതും കൂടി ഒന്ന് എഴുതിക്കോളെ. ഇത് എത്ര പോയിന്റ് കഴിഞ്ഞു? 3 എഴുതി. അപ്പോൾ 4ാമത്തെ പോയിന്റ് ആയിട്ട് എഴുതട്ടോ. 4th point, right, energy in decay, right. അതായത് ഡീക്കേ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ, ഡിസിൻറ്റഗ്രേഷൻ ഒക്കെ ഡീക്കേ എന്ന് തന്നെയാണ് പറയുക. അതായത് ഇപ്പോൾ ഒരു ആൽഫ എമിഷൻ, ഒരു റേഡിയോ ആക്ടിവിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയുക ഡീക്കേ പ്രോസസ്സ് എന്ന് പറയുക, അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ പ്രോസസ്സ് എന്ന് പറയുക, എല്ലാം സെയിം ആണ്. അപ്പോൾ നല്ല എമൗണ്ട് ഓഫ് എനർജീസ് റിലീസ്ഡ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ഡിഫക്റ്റ് എന്ന കോൺസെപ്റ്റ് കൊണ്ടാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയും, ബട്ട് നൗ യു ക്യാൻ ജസ്റ്റ് ലിസൺ, റൈറ്റ്. മാസ് ഡിഫക്റ്റ് എന്ന പ്രോസസ്സ് കാരണം ദർ ഇസ് എ ഹൈ എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ എവർ എ പാരന്റ് ന്യൂക്ലിയൈ അണ്ടർഗോസ് ആൽഫ എമിഷൻ. അതായത് ഇതാണ് നമ്മുടെ പാരന്റ് ആറ്റം, റൈറ്റ്. ഇറ്റ് അണ്ടർഗോസ് എ ആൽഫ എമിഷൻ ടു പ്രൊഡ്യൂസ് എ ഡോട്ടർ which is A-4, Z-2Y, right. Along with it, a large amount of heat or energy is released. Heat ആവുന്നില്ല, മിക്ക സമയത്ത് ഹീറ്റ് ആണ് കേട്ടോ. ക്ലിയർ, ക്ലിയർ.
എന്തുകൊണ്ടാണ് ഈ എനർജി വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദ മാസ് ഡിഫക്റ്റ്. അപ്പോൾ മാസ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ചെറിയ കോൺസെപ്റ്റാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. എന്താണ് മാസ് ഡിഫക്റ്റ്? അതായത് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ നോക്കിയേ, നമ്മൾ റിലേഷനൊക്കെ പറഞ്ഞു ഇവിടെ എത്രയാണോ ആറ്റമിക് മാസ് അത് തന്നെയായിരിക്കണം ഇവിടുത്തെ സമ്മും ആറ്റമിക് മാസ് അല്ലേ. അപ്പോൾ എന്താവണം, നമ്മൾ കോൺസെപ്ച്വലായിട്ടുള്ള നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾ വിചാരിക്കണം ഇവിടെ ഉണ്ടാവണ അല്ലെങ്കിൽ ഇവിടെ എത്ര മാസം ഉണ്ടായിരുന്നോ അത് മൊത്തം ഇവിടെ ഫുൾ മാസമായിട്ട് വന്നിട്ടാണ്. എന്നോട് ശ്രദ്ധിച്ചേ, when we say that in practical purposes we say that the atomic number as well as mass number in the LHS side should be equal to the total number of atomic number and mass number in the right hand side. ഇതല്ലേ ഞാൻ കുറച്ചത്തെ പറഞ്ഞത്. പക്ഷേ ആക്ച്വൽ മാസ് നമ്പറല്ല, മാസ് നമ്പർ അല്ല, ആക്ച്വൽ മാസ് എടുത്തപ്പോൾ ഇറ്റ് വാസ് നോട്ട് ഈക്വൽ. അതായത് ഇവിടുത്തെ ടോട്ടൽ മാസ് വാസ് നോട്ട് ഈക്വൽ ടു പാരൻ്റ് ആറ്റം. ക്ലിയർ ആവുണ്ടല്ലോ? പാരൻ്റ് ന്യൂക്ലിയർ. ഞാൻ എപ്പോഴും ആറ്റം പറയുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണേ. ഇറ്റ് ഇസ് പാരൻ്റ് ന്യൂക്ലിയർ, റൈറ്റ്? അപ്പോൾ ഡെൽറ്റ എം, റൈറ്റ്, is equal to mass of parent minus mass of daughter. ഡോട്ടറിലെ കേസ് പറയുമ്പോൾ രണ്ടാൾക്കാരാണ് ശരിക്കും. എന്തേ, ആൽഫേൻ്റെ ഉണ്ട്, പിന്നെ നമ്മുടെ ശരിക്കുള്ള ഡോട്ടർ ഉണ്ട്, ഗാമ എന്ന് എഴുതിപ്പോയില്ലേ, വൈ ഇങ്ങനെ എഴുതാം, റൈറ്റ്? ദിസ് ഇസ് യുവർ ഡെൽറ്റ എം വിച്ച് ഇസ് മാസ് ഡിഫക്റ്റ്. ക്ലിയർ ആവുന്നതിരിക്കണേ? അതായത് നമ്മൾ സാധാരണ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ എന്താണ് ഡിഫറൻസ്, അതായത് LHS RHSൻ്റെ മാസ് തുല്യമായിരിക്കണം. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം എന്താ, ഇവർ തമ്മിൽ ഡിഫറൻസ് ചെയ്ത് 0 ആണ് വരുന്നത്. പക്ഷേ പ്രാക്ടിക്കലി ഇറ്റ് ഇസ് സീൻ ദാറ്റ് നോ, there is a difference in mass between the parent and the and alpha particle which is you are getting or it is radiated out plus the mass of the daughter atom, right? അപ്പോൾ എനർജീൻ്റെ ഇക്വേഷൻ നമ്മുടെ ഇൻസ്റ്റൻറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട്. യു നോ ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റ് മാസ് എനർജി ഇക്വലൻസ് എന്ന് പറഞ്ഞിട്ട്, റൈറ്റ്? അതും വേണമെങ്കിൽ സൈഡിലൊന്ന് എഴുതിക്കോ കേട്ടോ. ഇതെല്ലാം റിലേറ്റഡ് ആണ് ഒരു ടോപ്പിക്കുമായിട്ട് തന്നെ എഴുതിക്കോ. ഇതൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ വിൽ ടേക്ക്. ദിസ് ഈസ് ഇൻസ്റ്റൻസ് മാസ് എനർജി ഇക്വലൻസ്. അതായത് ഐൻസ്റ്റീൻ പറഞ്ഞത് മാസും എന്ത് രൂപമാണ്, ഒരു ഫോം ഓഫ് എനർജി ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്, റൈറ്റ്? അതായത് മാസ് എനർജി എന്തായിട്ട് വേറെ എനർജി ഫോംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി ശ്രദ്ധിച്ചേ. ഹി സെഡ് ദാറ്റ് ഓർ അക്കോർഡിംഗ് ടു ഐൻസ്റ്റീൻ മാസ് ഇസ് ഓൾസോ എ ഫോം ഓഫ് എനർജി ആൻഡ് മാസ് എനർജി വിച്ച് ഹി ടേംഡ് ആസ് മാസ് എനർജി. അതായത് മാസ് കൊണ്ട് എനർജി ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ, അല്ലെങ്കിൽ മാസ് ഒരു ഫോം ഓഫ് എനർജി ഇല്ലേ, ആ എനർജീനെ അയാൾ പേര് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞത് മാസ് എനർജി എന്നാണ്, റൈറ്റ്? ഈ മാസ് എനർജീനെയും വേറെ എനർജീൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം പറഞ്ഞു, റൈറ്റ്? എന്നിട്ട് ഹി ഫൗണ്ട് എ മാസ് എനർജി ഇക്വലൻസ് റിലേഷൻഷിപ്പ് കോൾഡ് E is equal to mc square, right? അതായത് any object that has got mass m has a mass energy associated with it and that is equal to mc square. Clear? റൈറ്റ്? ഇതാണ് ഇൻസ്റ്റൻസ് മാസ് എനർജി ഇക്വലൻസ് ഇക്വേഷൻ. ഇത് നിങ്ങൾ കേൾക്കാത്തൊന്ന് പിള്ളേർ വളരെ കുറവാണ് കേട്ടോ. ക്ലിയർ ആവണ്ട? അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് എനർജിയും മാസും തമ്മിൽ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഒരു മാസ് ഡിഫക്റ്റ് ഉണ്ട്, ദാറ്റ് ഇസ് ഡെൽറ്റ എം അല്ലേ, ഒരു മാസ് ഡിഫക്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഡിഫക്റ്റ് കാരണം ഒരു എനർജി ഉണ്ടാവുമല്ലോ, റൈറ്റ്? ദാറ്റ് എനർജി ഈസ് ഡെൽറ്റ എം സി സ്ക്വയർ അല്ലേ, ഇത്ര ഡെൽറ്റ എം സി സ്ക്വയർ അല്ലേ. അപ്പോൾ എനർജീനെ ഇവിടെ നമ്മൾ ഇക്വേഷനിലെ എനർജീനെ എന്താ Q എന്ന് തന്നെ എഴുതിച്ചിരിക്കണം അല്ലേ, ഹീറ്റ് എനർജി ആവാം അല്ലെങ്കിൽ ജസ്റ്റ് എനർജി എന്ന് തന്നെ എടുക്കാം നമുക്ക്, റൈറ്റ്? സോ ദാറ്റ് എനർജി വിച്ച് യു ഹാവ് റിട്ടൺ ആസ് Q as per the equation is equal to ഡെൽറ്റ എമ്മിന് പകരം എന്ത് എഴുതും അല്ലേ, എനർജിക്ക് പകരം ഇന്ന് എങ്ങനെ എഴുതിക്കോ, ഡെൽറ്റ എം സി സ്ക്വയർ, റൈറ്റ്, ഇസ് ഈക്വൽ ടു ഡെൽറ്റ എം എന്താ എഴുതിക്കണേ, മാസ് ഓഫ് പാരൻറ്റ് മൈനസ് മാസ് ഓഫ് ആൽഫ പ്ലസ് മാസ് ഓഫ് ഡോട്ടർ, റൈറ്റ്, ദെൻ ഇൻറ്റു സി സ്ക്വയർ. ക്ലിയർ ആവുണ്ടോ? ക്ലിയർ? ഇതാണ് ശരിക്കും എന്താണ് ഒരു ആൽഫ എമിഷൻ കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോണ അല്ലെങ്കിൽ ഒരു ആൽഫ എമിഷനിൽ കൂടെ നടക്കാൻ പോണ ഹീറ്റ് ഓർ എനർജി റേഡിയേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ എക്സ്പ്രഷനാണ്. ദ എമൗണ്ട് ഓഫ് ഹീറ്റ് വിച്ച് ഇസ് ഗിവൺ ഔട്ട് ഡ്യൂറിങ് ആൻ ആൽഫ എമിഷൻ ഇസ് ഗിവൺ ബൈ Q is equal to mx minus m alpha plus my whole c square.
ക്ലിയർ ആവണ്ട. ഇനി ഇതിനൊരു ജനറൽ ഫോമുല പ്രോബ്ലത്തിൽ ചെയ്യാനുള്ള എളുപ്പ വഴിയിൽ പറയാണ് ഇതേ ഇക്വേഷൻ കേട്ടോ, എം എക്സ് എം ആൽഫ പ്ലസ് എം വൈ റൈറ്റ്. ഇതിനെ മുഴുവൻ എ എം യുവിൽ റെപ്രസെൻ്റ് ചെയ്യുക. ഇത് എം എക്സ് എം ആൽഫ അത് ആൽഫ പാർട്ടിക്കലിൻ്റെതൊക്കെ എ എം യുവിൽ. അത് ഇൻറ്റു 931.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് ശരിക്കും നമുക്ക് ക്യൂ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഇക്വേഷൻ. ഇത് ഇക്വേഷൻ തെറ്റാന്നല്ല കേട്ടോ, റൈറ്റ്. പിന്നെ നമുക്കിവിടെ സി സ്ക്വയർഡ് സ്പീഡിൻ്റെ സ്ക്വയർ ചെയ്ത് ഇരിക്കണ്ടേ. അതിനേലും നല്ലത് പാരൻ്റ് ആറ്റത്തിൻ്റെ ആൽഫ പാർട്ടിക്കളുടെ പിന്നെ വൈ അതിൻ്റെ എല്ലാത്തിൻ്റെയും എന്താ ആറ്റോമിക് മാസ് ഇൻ എ എം യു കണ്ടുപിടിക്കുക. അത് ഇൻറ്റു 93.5 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ ഫൈൻഡ് ദ ചാർജ് ഹീറ്റ് ജനറേറ്റഡ് ഓർ എനർജി ജനറേറ്റഡ് ഡ്യൂറിങ് ആൻ ആൽഫ എമിഷൻ. ക്ലിയർ ആവണ്ട, റൈറ്റ്. അപ്പം എത്ര പോയിന്റുകൾ സംസാരിച്ചു നമ്മൾ, റൈറ്റ്. അപ്പോൾ we told that as a fourth point that a high amount of energy is liberated during an alpha emission. ഇനി അതുകൊണ്ടാണ് ഇത് ഹൈലി ഡേഞ്ചറസ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട് റേഡിയോ ആക്ടിവിറ്റീൻ്റെ നേച്ചറിനെ പറ്റിയിട്ട് ഞാൻ പറയുമ്പോൾ അത് പറഞ്ഞുതരാം. നൗ ഡ്യൂറിങ് ആൽഫ ഡീകേ ദ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. അപ്പോൾ മൊമെൻറ്റം കൺസർവേഷൻ ഉണ്ട്. അതായത് ഞാൻ പിക്ടോറിയലി പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ പാരൻ്റ് ന്യൂക്ലിയർ എന്ന് വിചാരിക്കും. ഈ പാരൻ്റ് ന്യൂക്ലിയയിൽ നിന്ന് ഒരു ഡോട്ടർ ന്യൂക്ലിയർ ഉണ്ടാവുന്നുണ്ട് പ്ലസ് ഒരു ആൽഫ അല്ലേ, ആൽഫ പാർട്ടിക്കിൾ അല്ലേ. അപ്പോൾ സപ്പോസ് വി ആൽഫ എന്ന് പറയുന്ന വെലോസിറ്റിയിലാണ് ആൽഫ പാർട്ടിക്കിൾ ഇങ്ങോട്ട് തിരിയണതെങ്കിൽ, റൈറ്റ്, ഫ്രണ്ടിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഡോട്ടർ will be moving, let's say, with the velocity vy in this opposite direction. ഏതാണ്ട് ബൗൺസ് ചെയ്ത മാതിരി. ഇങ്ങനെയാണ് സാധാരണ കോമൺ സെൻസ് ആലോചിക്കാവുന്നത്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ എപ്പോഴും അടുത്തേക്കല്ല പോവുക, ദി ഗെറ്റ് റിപ്പൽഡ്. ക്ലിയർ ആവണ്ടാ, റൈറ്റ്. അതായത് ഇനീഷ്യൽ മൊമെൻറ്റം എന്ന് വെച്ചാൽ നമ്മൾ റസ്റ്റിൻ്റെ കേസല്ലേ, ഇനീഷ്യൽ മൊമെൻറ്റം 0 ആണെങ്കിൽ ഫൈനൽ മൊമെൻറ്റം തന്നെയായിരിക്കും 0 ആണ്, റൈറ്റ്. അപ്പോൾ ഇനീഷ്യൽ മൊമെൻറ്റത്തിൻ്റെ നമ്മൾ എഴുതുമ്പോൾ ഇത് ഒരുമിച്ച് ഇതല്ലേ ചെയ്യാൻ. സപ്പോസ് ദിസ് ഇസ് മാസ്, ഇത് രണ്ടും കൂടിയിട്ടുള്ള മാസ് ആയിരിക്കും ഉണ്ടാവില്ലേ, എം ആൽഫ പ്ലസ് എം വൈ, ഇത് രണ്ടും കൂടിയിട്ടില്ലേ പാരൻ്റ് ആറ്റം ഉണ്ടാക്കണേ, റൈറ്റ്. അപ്പോൾ അത് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ റെസ്റ്റിലാണ് അല്ലേ. സോ അഗെയിൻ ഇറ്റ് വിൽ ബി 0, റൈറ്റ്, ഇസ് ഈക്വൽ ടു, റൈറ്റ്. ഇതിൻ്റെ എഴുതുന്നത് എങ്ങനെയാണ്, അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് എം വി അല്ലേ. എം വിന്ന് എഴുതുമ്പോൾ ഇവിടെ എന്തെഴുതും, എം ആൽഫ ഇൻറ്റു വി ആൽഫ, റൈറ്റ്. ഇതിനെ ഞാൻ പോസിറ്റീവ് ഡയറക്ഷനായിട്ട് എടുക്കുകയാണ് കേട്ടോ, ഇത് ഈ ഡയറക്ഷൻ. അപ്പോൾ ഈ ഡയറക്ഷൻ എന്താ നെഗറ്റീവ് അല്ലേ, മൈനസ് എം വൈ വി വൈ, റൈറ്റ്. ചെറുതായി അപ്പോൾ ലെറ്ററിന് പകരം സ്മോൾ ലെറ്റർ എഴുതി, സോറി കേട്ടോ, ഇറ്റ്സ് ഓക്കെ, മനസ്സിലാക്കിയാൽ മതി. സോ കാണ്ട് ഐ റൈറ്റ് എം ആൽഫ വി ആൽഫ ഇസ് ഈക്വൽ ടു എം വൈ വി വൈ. ഞാനേ സ്മോൾ ലെറ്റർ തന്നെ എഴുതാം, എനിക്ക് അത് ടെൻഡൻസി വരുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതിയാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല, മനസ്സിലാക്കിയാൽ മതി, റൈറ്റ്. Right, keep this as this equation you can use for some problems, right. Clear on. ഇതെന്താണ് എം ആൽഫ വി ആൽഫ എന്ന് പറഞ്ഞാൽ മൊമെൻറ്റം ഓഫ് ആൽഫ പാർട്ടിക്കിൾ, റൈറ്റ്, ഇസ് ഈക്വൽ ടു മൊമെൻറ്റം ഓഫ് അല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ. ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ, ഒരെണ്ണം ഇങ്ങോട്ടും മൊമെൻറ്റം ഒരെണ്ണത്തിൻ്റെ മൊമെൻറ്റം ഇങ്ങോട്ടുമാണ്. മാഗ്നിറ്റ്യൂഡ് മാത്രം എടുത്താൽ മതി, റൈറ്റ്. മൊമെൻറ്റം ഓഫ് ഡോട്ടർ, let's say we give a value p, അതായത് മൊമെൻറ്റ് ഇത് ഓക്കെ നമ്മുടെ ആൽഫ, റൈറ്റ്, ഇത് ഡോട്ടർ ന്യൂക്ലിയർ, ഇത് രണ്ടിൻ്റെയും ഇൻഡിവിജ്വൽ മൊമെൻറ്റം ഈക്വൽ ആണ്, ബിക്കോസ് ദെയർ മൊമെൻറ്റം ഈസ് കൺസേർവ്ഡ്. ക്ലിയർ ആവണ്ട. എന്നാൽ ഒരു ചോദ്യം, മൊമെൻറ്റം കൺസേർവ്ഡ് അതായത് രണ്ടിൻ്റെയും മൊമെൻറ്റും ഈക്വലും ആണെന്ന് പറഞ്ഞു, right. Both of the alpha as well as the daughter particle is having same momentum. Can you just think whether both of them are having same velocity? No, they don't have same velocity. Obviously alpha particle will be having higher velocity than daughter, right. So just due to this change I can also say kinetic energy of alpha is greater than kinetic energy of daughter particle. Clear ആവണ്ട. ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട റിലേഷൻസ് ആണ് കേട്ടോ, right. Now let's move on to the sixth point of alpha emission, that is kinetic energy of emitted alpha particle.
അതായത് പുറത്തേക്ക് തള്ളിയ ആൽഫ പാർട്ടിക്കിളുടെ കൈനറ്റിക് എനർജീൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോകണം കേട്ടോ. ഇതൊക്കെ പ്രോബ്ലംസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ്റെ ചീറിൽ കേൾക്കാം, മൈൻഡ് ചെയ്യണ്ട, സോറി. അപ്പോൾ ഞാൻ ഫുൾ ഇക്വേഷൻ എക്സ് എന്താണ്, ആൽഫ പ്ലസ് ഡോട്ടർ പ്ലസ് ചാർജ്, അല്ല ചാർജ് എന്നുള്ള ഹീറ്റ് അല്ലെങ്കിൽ എനർജി, ചാർജിൽ നിന്ന് എപ്പോഴും വരാൻ പറ്റും. അതെ, അപ്പോൾ മൊത്തം ശ്രദ്ധിക്കുക, ഈ എനർജി ഇയാളാണ് ഓർഡറിന് അല്ല, ഈ എനർജി ഷെയർ ചെയ്യുക ആൽഫയും ഡോട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ ഡോട്ടർ ന്യൂക്ലിയസ് ആണ് ഷെയർ ചെയ്യുക. സോ total energy is actually equal to kinetic energy of alpha plus kinetic energy of daughter. അല്ലേ? മൊത്തം എല്ലായിടും ഇതല്ലേ പുറത്തേക്ക് വരുന്നത്, ഇതല്ലോ, ഇത് റെസ്റ്റിലല്ലേ. സോ ഈ ഹീറ്റ് അല്ലെങ്കിൽ വാട്ട് എവർ ഫോം ദ എനർജി ഈസ് ആക്ച്വലി ഷെയർഡ് ബിറ്റ്വീൻ ആൽഫ ആൻഡ് ദ ഡോട്ടർ മോളിക്യൂൾ. ദേ ആർ ബോത്ത് ടേക്കിംഗ് ഇറ്റ്, റൈറ്റ്? അപ്പോൾ നമുക്കറിയാം there is a relationship between kinetic energy and momentum. Remember, kinetic energy is equal to p squared by 2m. ഒന്ന് പ്ലസ് നോക്കുക, റൈറ്റ്? അപ്പം ഞാൻ ഈ എനർജി ഓഫ് എമിഷൻ ഡ്യൂറിങ് ആൻ ആൽഫ പാർട്ടിക്കിൾ ക്യാൻ ബി റിട്ടൺ ആസ് പി സ്ക്വയർഡ്. ഇവിടെ പി ആൽഫ സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ 2m ആൽഫ പ്ലസ് പി ഡോട്ടർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഡോട്ടർ, റൈറ്റ്? ഡോട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് വൈ ആണ് കേട്ടോ. അപ്പോൾ പി ആൽഫയും പി വൈൻ്റെയും അതായത് ഡോട്ടർ മോളിക്യൂളിൻ്റെയും മൊമെൻ്റം ഒക്കെ സെയിം അല്ലേ. സോ റൈറ്റ് ഇറ്റ് ആസ് പി സ്ക്വയർഡ് ബൈ 2m ആൽഫ പ്ലസ് പി സ്ക്വയർഡ് ബൈ 2m വൈ. വൈ ഈസ് ഇൻഡിക്കേറ്റിംഗ് ഡോട്ടർ. ക്ലിയർ ആയ അല്ലേ? എം ഇൻറ്റു ആൽഫ അല്ലാട്ടോ, സഫിക്സ് ആണേ, നാളെ അത് എഴുതും നിങ്ങൾ, റൈറ്റ്? ക്ലിയർ? ദിസ് ഇസ് ഈക്വൽ ടു ക്യൂ അല്ലേ? ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. ക്യൂ ഇസ് ഈക്വൽ ടു പി സ്ക്വയേർഡ് 2my. 2my ഇല്ല, 2 രണ്ടിടത്തും കോമൺ അല്ല, അപ്പോൾ നമുക്കത് my എഴുതിയാൽ മതി. my പ്ലസ് m ആൽഫ രണ്ടിടത്തും കോമൺ പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ആൽഫ my. കാൽക്കുലേഷൻസ് ഒന്ന് ദയവേത് തനിയെ ചെയ്യാൻ നോക്കാം കേട്ടോ, റൈറ്റ്? സോ ഫ്രം ഹിയർ ഐ എം ഗോയിങ് ടു ഗെറ്റ് ദ എക്സ്പ്രഷൻ ഓഫ് പി സ്ക്വയർ. P squared is equal to 2qm alpha my divided by my plus m alpha, right? E expression is the finding the expression for square of the common momentum of both alpha and the daughter nuclei. Oh, what will be the kinetic energy of alpha? That is p squared divided by 2m alpha. അല്ലേ? അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ പി സ്ക്വയറിൻ്റെ അവിടെ, അപ്പോൾ ഇവിടുത്തെ 2m ആൽഫ തെറിച്ചു പോകും. സോ യു വിൽ ഗെറ്റ് qmy ഡിവൈഡഡ് ബൈ my പ്ലസ് m ആൽഫ, റൈറ്റ്? ദാറ്റ് ഈസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി ഓഫ് ആൽഫ, റൈറ്റ്? ഇത് അങ്ങോട്ട് പെട്ടിയിലാക്കി വയ്ക്കുക, റൈറ്റ്? സിമിലർലി ടു ഗെറ്റ് kinetic energy of daughter molecule or daughter nuclei, p squared by 2my അല്ലേ? അപ്പോൾ qm alpha divided by my plus m alpha. This is kinetic energy of daughter molecule. ഈ രണ്ട് എക്സ്പ്രഷനും കയ്യിരിക്കണം. ക്ലിയർ ആയ? സിമ്പിൾ അല്ലേ? നോക്കടോ, വൈൻ്റെ വരുമ്പോൾ ആൽഫ എടുക്കും, ആൽഫയ്ക്ക് വരുമ്പോൾ വൈ എടുക്കും, അത്രേ ഉള്ളൂ. ന്യൂമറേറ്റർ രണ്ടിടത്തും സെയിമാണ്. Again repeating, this and all are removed from your syllabus നീറ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇത് മുഴുവൻ എടുക്കുകയാണ് കേട്ടോ. ക്ലിയർ? നൗ മൂവിങ് ഓൺ. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ചെയ്യാം നമുക്ക്. അപ്പോൾ യുറേനിയം ഉണ്ടെന്ന് വിചാരിക്കട്ടോ, അതിൻ്റെ 2 ആറ്റമിക് മാസ് യൂണിറ്റിൽ 238 ആക്കാം അല്ലേ? 238 ആണ്, 238.0508 ആണ്, right? It produces an alpha emission. So alpha psi mu is 4, right? 002. Oh, രണ്ട് extra 0 ട്ടാ, right? Plus thorium അല്ല, thorium അല്ല ജനറേറ്റ് ചെയ്തതെന്ന്. So 234.043 plus Q heat, right? അപ്പോൾ Q is equal to എന്താണ്? ഡെൽറ്റ എം സി സ്ക്വയർഡ് അല്ലേ? ഡെൽറ്റ എം എന്ന് പറഞ്ഞത് മനസ്സിലായി എൻ്റെ ഓർമ്മ, റൈറ്റ്? അല്ലെങ്കിൽ ഇതിന് സി സ്ക്വയറിന് പകരം ഞാൻ പറഞ്ഞിരുന്നു എന്താ? ഫൈൻഡ് ഡെൽറ്റ എം ഇൻ എ എം യു
right? And just multiply it with 931.5 mega electron volt. എങ്ങനെ ഡെൽറ്റ എം കണ്ടുപിടിക്കുക? ഇത് രണ്ടിൻ്റെയും ഇതിൽ നിന്ന് കുറച്ചാൽ മതി അല്ലേ? മാസ് ഓഫ് എക്സ് ഇസ് 238.0508 അല്ലേ? ദാറ്റ് ഇസ് എ പാരൻ മൈനസ് ആൽഫയുടെ എത്രയാണ് 4.002 പ്ലസ് തോറിയത്തിന് എത്രയാണ് 234.043 റൈറ്റ്? അത് ഇൻറ്റു ഇതൊക്കെ എം യുലല്ലേ, ഇൻറ്റു 93 എന്നാണ് ഞാൻ എപ്പോഴും പറയാനായിട്ട് 931.5. അപ്പോൾ 238.0508 മൈനസ് ഇതൊന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവുക? 238.045 അല്ലേ ഉണ്ടാവുക, സോറി 5 ഇൻറ്റു 931.5. കണ്ടോടോ നിങ്ങൾ, ഇത്രയിൽ നിന്ന് കുറച്ച് വ്യത്യാസമല്ലേ വന്നിരിക്കണേ? ഇവിടെ 5.0, ഇവിടെ 4.5 വന്നിരിക്കണേ, കണ്ടാ? Yeah, that's why I told you there is a mass defect. The mass of parent atom and sum of the mass of alpha and the daughter nuclei atom എന്ന് പറഞ്ഞ പിന്നെ അല്ലേ, the sum of the difference in the mass of parent nuclei and the sum of the mass of alpha and the daughter nuclei is having some difference. ശരിക്കും എക്സാക്ട് 0 ആവണില്ല അവർ തമ്മിലുള്ളത് അല്ലേ? ദാറ്റ് ഈസ് നോൺ ആസ് mass defect. ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ 8.50 അല്ലല്ലോ, 0.5 വരും. നോക്കട്ടെ, 0508 0 അയ്യോ 8 9 5 4 4 0 right? So 0 that into 931.5 mega electron volt, you will get the answer as around 4.28. calculation നോക്കട്ടെ, ചിലപ്പോൾ ഞാൻ ഇവിടെ പേപ്പറിൽ എഴുതാൻ സുഖമൊന്നുമില്ല കേട്ടോ. Right, this is around mega electron volt of energies emitted when uranium decayed by emitting an alpha particle to become thorium. Right, now here itself you can calculate the kinetic energy of alpha, Q into mass of daughter divided by mass of daughter particle plus mass of alpha particle. അപ്പോൾ ചാർജ് ഹീറ്റ് എത്രയാണ്? 4.28 അല്ലെങ്കിൽ എനർജി, റൈറ്റ്? മെഗാ ഇലക്ട്രോൺ വോൾട്ടിന് മെഗാ 6, ഇലക്ട്രോൺ വോൾട്ടിന് 1.6 × 10⁻19, റൈറ്റ്? മാസ് ഓഫ്, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ തന്നെ ആൻസർ ആക്കാം. ക്യൂവിന് എന്താണ് 4.28, മാസ് ഓഫ് വൈ എത്ര കിടക്കണേ? 234.043 ഡിവൈഡഡ് ബൈ ആൽഫേൻ്റെ എത്രയാണ്? 4.002 പ്ലസ് 234.043, അറൗണ്ട് എത്രയാണ്? 4.03 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എന്ന് വരും, റൈറ്റ്? അതേമാതിരി കൈനറ്റിക് എനർജി ഓഫ് എന്താണ് ഡോട്ടർ ആണെങ്കിൽ എന്താ? ക്യൂ മാസ് ഓഫ് ആൽഫ ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ഡോട്ടർ പ്ലസ് മാസ് ഓഫ് ആൽഫ പാർട്ടിക്കിൾ. അപ്പോൾ പിന്നെ അതേമാതിരി സെയിം വാല്യൂസ് അല്ലേ, ഇവിടെ ആൽഫ മാത്രം ചേഞ്ച് വരുള്ളൂ, ഇവിടെ 4.002 എന്ന് ഇടണം, റൈറ്റ്? യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.25 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. കണ്ട, കൈനറ്റിക് എനർജി ഓഫ് ആൽഫ ഈസ് വെരി വെരി ലാർജ് വെൻ കമ്പയർഡ് ടു കൈനറ്റിക് എനർജി ഓഫ് ഡോട്ടർ ആട്ടം, റൈറ്റ്? അപ്പോൾ നമുക്കൊരു പ്രോബ്ലം വെച്ചിട്ട് വരെ ഇത് പ്രൂവ് ചെയ്യാൻ കഴിയും. ക്ലിയർ ആയോ? Now after alpha decay the topic which comes is beta decay. ഇതിനാണ് കുറച്ച് പണിയുള്ളത്, കുറച്ച് കൂടുതൽ പഠിക്കാനുള്ളത്. 2 തരത്തിലുള്ള ബീറ്റ ഡീക്കേ ഉണ്ട്. ഒന്ന് ബീറ്റ നെഗറ്റീവ് ഡീക്കേ, ഒരെണ്ണം ബീറ്റ പോസിറ്റീവ് അല്ലെങ്കിൽ ബീറ്റ പ്ലസ് ബീറ്റ മൈനസ് ഡീക്കേ, റൈറ്റ്? 2 തരത്തിലുള്ള ഡീക്കേ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ജസ്റ്റ് പോലെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചോളല്ലേ. Now while beta decay happens, you are emitting actually electron from the nucleus. ന്യൂക്ലിയസ് ആണ് കേട്ടോ, അല്ലാണ്ട് നമ്മുടെ ഓർബിറ്റിൽ നിന്നല്ല, റൈറ്റ്? സോ ഇലക്ട്രോൺ ഇസ് എമിറ്റഡ്, റൈറ്റ്? അപ്പോൾ ഇതിനെ നമ്മൾ നെഗറ്റീവ് ബീറ്റ പാർട്ടിക്കിൾ എന്നും പറയാറുണ്ട്, റൈറ്റ്? ക്ലിയർ? അപ്പോൾ ഇറ്റ് ഗെറ്റ്സ് ഔട്ട്, ഇത് പുറത്തേക്ക് തള്ളുകയാണ് ചെയ്യുന്നത്, റൈറ്റ്? എന്നാൽ ഡ്യൂറിങ് ബീറ്റ പ്ലസ് ഡീക്കേ പോസിട്രോൺ വിച്ച് ഇസ് ആൻ ഇലക്ട്രോൺ വിത്ത് പോസിറ്റീവ് ചാർജ്, obviously mass is 0, is emitted. This is positron, right? Clear? അതായത് പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ആൻറ്റി പാർട്ടിക്കിൾ ഓഫ് ദിസ് ഇലക്ട്രോൺ, റൈറ്റ്?
ക്ലിയർ ആവുന്നതായിരിക്കുന്നത് ഐഷ് ഇക്വേഷൻസ് കഴിയുമ്പോൾ ഇത്രയും കൂടി മനസ്സിലാക്കി. ഇതെന്തായാലും അങ്ങനെ തന്നെ മഗ്ഗപ്പ് ചെയ്യണം. ബീറ്റ ഡി കെ രണ്ട് തരത്തിലാണുള്ളത്. ബീറ്റ മൈനസ് ഡി കെ അതിൽ വരുമ്പോൾ ഒരു ഇലക്ട്രോണിനെ ആണ് ന്യൂക്ലിയസിൽ നിന്ന് തെറിക്കുന്നത്. ഇലക്ട്രോണിന് തുല്യമായ പാർട്ടിക്കിൾ. ക്ലിയർ ആവുണ്ട? ഇലക്ട്രോണിന് തുല്യമായത്. ആസ് ഇറ്റ് ഇസ് ഇലക്ട്രോൺ ഒബ്വിയസ്ലി ഉണ്ടാവില്ലല്ലോ. സോ പാർട്ടിക്കിൾ വിച്ച് ഇസ് ഹാവിങ് the same magnitude, or I can say same mass as that of electron as well as charge as an electron. Whereas during beta plus decay, a particle is removed which has the same mass of that of particle, which is 0. And 0 എന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ലടോ, അല്ലേ? ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ട്, ഇലക്ട്രോണിൻ്റെ മാസ് വളരെ വളരെ ചെറുതാണ്. ആൻഡ് ദ ചാർജ് ഇസ് ഓപ്പോസിറ്റ് ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ, ചാർജ് ഓഫ് ഇലക്ട്രോൺ, ആൻഡ് ഇറ്റ് ഇസ് നോൺ ആസ് പോസിട്രോൺ. റൈറ്റ്? ഇത് രണ്ട് ആൻറ്റി പാർട്ടിക്കിൾസ് ഓഫ് ഈച്ച് അതർ. ആൻറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് നേച്ചറാണ് അവർക്ക്. ക്ലിയർ? അപ്പം നമുക്ക് ഫസ്റ്റ് ഡി കെ ആയ ബീറ്റ നെഗറ്റീവ് ഡി കെ ഓർ ബീറ്റ മൈനസ് ഡി കെനെ പറ്റിയിട്ട് പഠിക്കാം കേട്ടാ. അതായത് എന്താണ് ഓർമ്മ ഉണ്ടാ? ഒരു ഒന്നെങ്കിൽ ഇങ്ങനെ മിഷനാണ് നിങ്ങൾ പറയാം, അല്ലെങ്കിൽ ബീറ്റ എന്ന് തന്നെ എഴുതാറുണ്ട്, ബീറ്റ മൈനസ് ഡി കെ. റൈറ്റ്? ക്ലിയർ? നോക്കിയേ, -1 എന്ന് പറഞ്ഞാൽ എന്തോ പ്രോട്ടോൺ, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞത് ചാർജിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ എക്സ് A is a parent atom. Let's say it is undergone a beta minus decay. അപ്പോൾ എന്താണ് എന്താ ഇവിടെ വരേണ്ടത്? 0 -1 അല്ലേ? അപ്പോൾ എന്തായിരിക്കണം ഡോട്ടർ ന്യൂക്ലിയസിൻ്റെ പ്രത്യേകത? വാട്ട് ഷുഡ് ബി ദ ആറ്റമിക് നമ്പർ അല്ലേ? ആറ്റമിക് നമ്പർ ഷുഡ് ബി സെയിം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കണം? എ തന്നെ ആയിരിക്കണം. A+0 A അല്ലേ? ഇവിടെ വൈന് എന്തായിരിക്കണം? Z+1 ആയിരിക്കണം. എന്നാൽ Z+1 -1 becomes Z. റൈറ്റ്? അപ്പുറത്തെയും ഇപ്പുറത്തെയും എന്ത് സെയിം ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഓർമ്മ ഉണ്ടാ? ആറ്റമിക് നമ്പറും മാസ് നമ്പറും തുല്യമായിരിക്കണം. റൈറ്റ്? ദിസ് ഇസ് ദ ബെസ്റ്റ് ഇക്വേഷൻ ടു ഇൻഡിക്കേറ്റ് ആ ബീറ്റ നെഗറ്റീവ് ഡി കെ ഓർ ബീറ്റ മൈനസ് ഡി കെ. ഇതിനെയാണ് നമ്മൾ ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. റൈറ്റ്? ദാറ്റ് ഈസ് ദ ചാർജ് ഇസ് ഈക്വൽ ടു -E ഓഫ് ദ ഇലക്ട്രോണിൻ്റെ തന്നെ ചാർജ്, ആൻഡ് മാസ് ഇസ് ഈക്വൽ ടു 0. ക്ലിയർ ആയ? റൈറ്റ്? നൗ ഇത് കൂടാണ്ട് ശരിക്കും ഒരു പാർട്ടിക്കിൾ കൂടി വരും, ദാറ്റ് ഈസ് നോൺ ആസ് ആൻറ്റി ന്യൂട്രിനോ. അതിനെ വീൻ്റെ മുകളിൽ ഒരു ബാർ ഇട്ടിട്ടാണ് കാണിക്കുക. ദിസ് ഈസ് നോൺ ആസ് ആൻറ്റി ന്യൂട്രിനോ. എപ്പോഴും ഒരു ബീറ്റ ഡി കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ബീറ്റ പാർട്ടിക്കിൾ, റൈറ്റ്? ബീറ്റ നെഗറ്റീവ് പാർട്ടിക്കിൾ എന്ന് എഴുതാം. റൈറ്റ്? അതിൻ്റെ കൂടെ തന്നെ വേറൊരു പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യണതാണ്, ദാറ്റ് ഈസ് നോൺ ആസ് ആൻറ്റി ന്യൂട്രിനോ. ക്ലിയർ ആവുന്നതായിരിക്കണേ? Right? And obviously there will be a daughter particle or daughter nuclei. Right? For example, നമ്മൾ carbon-14 എടുത്തു വിചാരിക്കുക. Right? This is, let's say, is undergoing a beta negative decay. അപ്പോൾ ഒരു ഇലക്ട്രോൺ എമിഷൻ ഉണ്ടാവും. റൈറ്റ്? അപ്പോൾ എന്തായിരിക്കണം? ഡോട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും. റൈറ്റ്? ആ ഡോട്ടർ മോളിക്യൂളിൽ എന്തായിരിക്കും? ഇവിടെ 14 അല്ലേ? 14 + 0 14. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? 7 -1 അല്ലേ? 6 ആവുള്ളൂ. റൈറ്റ്? പക്ഷേ നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇത് എന്തായിരിക്കും? ഈ 14ഉം 7ഉം വരുന്ന 14 ആറ്റമിക് മാസ് നമ്പറും ആറ്റമിക് നമ്പർ 7 ആവണത് എന്താണോ? ദാറ്റ് ഈസ് യുവർ നൈട്രജൻ ന്യൂട്രോൺ. നൈട്രജൻ, റൈറ്റ്? 14 7 plus there is an anti-neutron. This is an example of beta decay of carbon to 14 nuclei. Clear on down? Right? ഇനി ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നടന്നു എന്ന് പറയണുള്ളൂ. സോ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ബീറ്റ നെഗറ്റീവ് ഡീക്കേ? ശരിക്കും ബീറ്റ നെഗറ്റീവ് ഡീക്കേയിൽ ഒരു പ്രോട്ടോൺ, റൈറ്റ്, ഉണ്ടാവുകയാണ് ശരിക്കും. അതായത് എ ന്യൂട്രോൺ ഈസ് ആക്ച്വലി കൺവേർട്ടിങ് ഇറ്റ് സെൽഫ് ഇൻ ടു എ പ്രോട്ടോൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് സെൻസ്. റൈറ്റ്? ഡ്യൂറിങ് നെഗറ്റീവ് ബീറ്റ ഡീക്കേ. ശ്രദ്ധിക്കുക, നെഗറ്റീവ് ബീറ്റ ഡീക്കേയിൽ എപ്പോഴും ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണായി മാറുകയാണ്. അതായത് നോക്കിയേ, ഐഷ് അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ സപ്പോസ് ഈ കണ്ടീഷനിലെല്ലാം നമ്മൾ പറഞ്ഞ ഇവിടെ N/P റേഷ്യോ വളരെ ഹൈ ആണ്. അതായത് നമ്പർ ഓഫ് ന്യൂട്രോൺസ് കൂടുതലാണ് നമ്പർ ഓഫ് പ്രോട്ടോൺസിനേക്കാൾ.
അപ്പോൾ ഒരു ന്യൂട്രോൺ പ്രോട്ടോണായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ N/P റേഷ്യോ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും എലമെൻറ്റിന് റൈറ്റ് ക്യാൻ കം ഇൻ ടു ദ സ്റ്റെബിലിറ്റി റീജിയൻ. അതിനാണല്ലോ ഈ മുഴുവൻ ഭാഗീയത പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കുന്നത്. an element always wants to come to a stable condition. സ്റ്റേബിൾ കണ്ടീഷനിൽ വരാമെന്നുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ എന്താ യു ക്യാൻ സേ ദാറ്റ് ദ എമൗണ്ട് ഹിയർ ഇവിടെയാണ് അതിൻ്റെ എന്താണ് എന്താ പറയുക റൈറ്റ് അതിൻ്റെ ലൊക്കേഷൻ റൈറ്റ്. അപ്പോൾ n സാധാരണഗതിയിൽ കുറയ്ക്കണം റൈറ്റ്. എന്നാലേ നമുക്ക് ആ റേഷ്യോ ഇവിടെ കിടന്നിരുന്ന ആളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരുത്താൻ പറ്റുള്ളൂ. അറ്റ്ലീസ്റ്റ് ഈക്വലൻ്റ് ആയിട്ട് കുറയ്ക്കെങ്ങനെയെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് സ്റ്റെബിലിറ്റി ഒന്ന് കൂട്ടാൻ കഴിയും റൈറ്റ്. സോ ദാറ്റ് ഈസ് 1 ന്യൂട്രോൺ ഐ വിൽ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ് ഇസ് ടു ബി കൺവേർട്ടഡ് ഇൻ ടു 1 പ്രോട്ടോൺ. ഐ വിൽ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ് റൈറ്റ്. ഇങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ അതിന് വേണ്ടി അത് എന്ത് ചെയ്യുന്ന പറയണത് ഇൻ ഓർഡർ ടു കൺവേർട്ട് എ ന്യൂട്രോൺ ടു പ്രോട്ടോൺ യു emit a -beta particle which you will write it like this right plus a anti-neutrino. ഇതാണ് ശരിക്കും നമ്മുടെ ന്യൂക്ലിയസിൽ ഡ്യൂറിങ് ബീറ്റ എമിഷൻ നടക്കുന്നത് അല്ലെങ്കിൽ നെഗറ്റീവ് ബീറ്റ എമിഷനിൽ നടക്കുന്നത്. ഒരു ന്യൂട്രോൺ ഒരു പ്രോട്ടോണായിട്ട് കൺവേർട്ട് ചെയ്യാണ്. ക്ലിയർ റൈറ്റ്. അതുകൊണ്ടാണ് നമ്മൾ പാരൻ്റ് എലമെൻറ്റിന് AZ അല്ലേ. അപ്പോൾ ഒരു തെറ്റിപ്പോയി റൈറ്റ്. ഒരു ബീറ്റ നെഗറ്റീവ് DKന് ശേഷം ഒരു AYZ+1 അല്ലേ പ്ലസ് B ആൻറ്റി ന്യൂട്രിനോ അല്ലേ. അപ്പോൾ നോക്കി ശ്രദ്ധിക്കുക. A എന്ന് പറയുന്നത് സം ഓഫ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ. ഇത് ന്യൂട്രോൺ പ്രോട്ടോണായിട്ട് കൺവേർട്ട് ചെയ്താലും ടോട്ടൽ സം സെയിം അല്ലേ. ഇപ്പോൾ നോക്കിയാൽ ന്യൂട്രോൺ പ്രോട്ടോണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ P ഒരു 1 കൂടും, ന്യൂട്രോൺ 1 കുറയും. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് റൈറ്റ്. സോ A is not going to affect. Clear? When there is an change from neutron to proton, the A is not going to change. പക്ഷെ എന്താണ് കണ്ട Z എന്ന് പറഞ്ഞ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ്. നമ്മളൊരു ന്യൂട്രോൺ പ്രോട്ടോൺ ആയി കഴിഞ്ഞാൽ എന്താ പ്രോട്ടോൺ ഒരു 1 വെച്ച് കൂടും. അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം Z' is P+1 or I can say new Z is Z+1. ആദ്യം ഉണ്ടായിരുന്ന ആറ്റമിക് നമ്പറിനേക്കാളും 1 കൂടും. ഇതാണ് ശരിക്കുള്ള കൺവേർഷൻ. സോ ഒന്നുകൂടി പറയാണ്. സോ ഡ്യൂറിങ് beta minus DK 1 neutron is converting itself into proton by the emission of an electron from the nuclei right. ഇലക്ട്രോണിൻ്റെ മാറ്റത്തൊരു പാർട്ടിക്കിളിനെയാണ് അത് പുറത്തേക്ക് തള്ളുന്നത്. ക്ലിയർ. ഷെൽസിൽ നിന്നല്ല ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഒരു പാർട്ടിക്കിളിനെ റിമൂവ് റൈറ്റ്. ക്ലിയർ. അപ്പോൾ ഈ ആൻറ്റി പാർട്ടിക്കിളായിട്ടുള്ള അല്ലെങ്കിൽ ആൻറ്റി ന്യൂട്രിനോ എന്ന് പറഞ്ഞ സാധനം എന്തിനാണ്? ഇത് ശരിക്കും പറഞ്ഞാൽ എനർജി കൺസർവേഷനും എന്താണ് സ്പിൻ മൊമെൻറ്റം കൺസർവേഷനും വേണ്ടിയിട്ട് ഒരു പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇത് വിസിബിൾ അല്ല റൈറ്റ്. ഇത് ഉണ്ടെന്ന് നമ്മൾ വളരെ ഫാസ്റ്റായിട്ടുള്ള മൈക്രോസ്കോപ്സും വളരെ ലോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റ്സ് കൂടി കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പാർട്ടിക്കിളാണ് ആൻറ്റി ന്യൂട്രിനോ എന്ന് പറയുന്നത് റൈറ്റ്. ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ വിസിബിൾ. അതും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അത് കാണാണ്ടാവും. Its mass is 0, its charge is 0, its speed is so large, right? It is invisible, right? Clear? But അതിൻ്റെ നേച്ചർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ക്ലിയർ. അതേമാതിരി ആൻറ്റി ന്യൂട്രിനോ മാതിരി തന്നെ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിളായിട്ടുള്ള ന്യൂട്രിനോ ഉണ്ട് കേട്ടോ റൈറ്റ്. ഇറ്റ് ഇസ് അനദർ പാർട്ടിക്കിൾ ന്യൂട്രിനോ വിച്ച് യു ഇൻഡിക്കേറ്റ് ലൈക്ക് ദിസ്. ആൻറ്റി ന്യൂട്രിനോ എങ്ങനെയാണ് V⁻. ക്ലിയർ. മനസ്സിൽ വിചാരിക്കാം വെച്ചാൽ നമുക്ക് ന്യൂട്രിനോ ആവശ്യമുണ്ട്. സോ ഒബ്വിയസ്ലി ആഫ്റ്റർ മൈനസ് ബീറ്റ അല്ലെങ്കിൽ ബീറ്റ മൈനസ് DK വിൽ ലേൺ അബൌട്ട് ബീറ്റ പ്ലസ് DK. ഒന്നും കൂടി പറയാണ്, സിലബസിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. സോ ബീറ്റ പ്ലസ് DKയിൽ എന്താണ് ഒരു പോസിട്രോൺ എമിഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അതായത് വിച്ച് ഹാസ് ദ സെയിം നേച്ചർ ഓഫ് ദ പോസിറ്റീവ് ഇലക്ട്രോൺ ഓർ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ബീറ്റ ലൈക്ക് ദിസ് റൈറ്റ്. മാസ് 0 ആയിട്ടുള്ള പാർട്ടിക്കിളും ചാർജ് പ്ലസ് ഇലക്ട്രോണിക് ചാർജിന് തുല്യമായ പാർട്ടിക്കിളാണ് കേട്ടോ. സോ ഇഫ് ദിസ് ഇസ് ദ പാരൻറ്റ് റൈറ്റ് പാരൻറ്റ് ന്യൂക്ലിയൈ ആഫ്റ്റർ ബീറ്റ പ്ലസ് DK. അപ്പോൾ എന്താ പോകേണ്ടത്? ഇങ്ങനെ ഒരു പാർട്ടിക്കിളാണ് പോകേണ്ടത് അല്ലേ. അപ്പോൾ എന്തായിരിക്കണം ഡോട്ടർ ന്യൂക്ലിയൻ്റെ അവസ്ഥ? ഇവിടെ A തന്നെ ആയിരിക്കണം, ഇവിടെ Z-1 ആയിരിക്കണം അല്ലേ, നല്ലത് Z ആവുള്ളൂ. സോ നമ്മുടെ ഡോട്ടർ ന്യൂക്ലിയയിൽ ഒരു പ്രോട്ടോൺ കുറഞ്ഞതായിട്ട് കാണാം. ക്ലിയർ ആവണ്ട right? A of course is not going to change, I will tell you. And there is a small particle emitted, this is known as neutrino right. Z-1 ൻ്റെ അവിടെ പട്ടട്ടോ ശരിക്കും കളയട്ടോ റൈറ്റ്. ഇതും കളയട്ടെ റൈറ്റ്. So this is the general equation for beta plus DK
റൈറ്റ്. അപ്പോൾ നേരത്തെ ഒരു ന്യൂട്രോൺ പ്രോട്ടോൺ ആവണമെങ്കിൽ ഇവിടെ എന്താ ഒരു പ്രോട്ടോൺ ആണ് ഒരു ന്യൂട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. So how what is happening during this beta plus decay? One proton is converting into neutron. അതായത് ഇങ്ങനെ നമ്മുടെ ഗ്രാഫ് റീജിയനിൽ ഇവിടെ n/p റേഷ്യോ ചെറുതായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രോട്ടോൺ കൂടിയിട്ട് എന്നിൻ്റെ റേഷ്യോ അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ കൂട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കൂടും അല്ലേ. സോ ദിസ് ഷിഫ്റ്റ് ക്യാൻ ബി പുട്ട് ടു ദിസ് സ്റ്റേബിൾ ലൈൻ അല്ലേ. ക്ലിയർ ആവുന്നത് വിചാരിക്കുന്നത് റൈറ്റ്. അപ്പോൾ സ്റ്റേബിൾ ആവാൻ വേണ്ടി ഒരു പ്രോട്ടോൺ ഒരു ന്യൂട്രോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യപ്പെടുന്നതാണ് ഒരു പോസിട്രോൺ. Right? Clear? Hey, -1 is +1 is there. Clear? Plus your what? Our എന്താണ് ന്യൂട്രിനോ. ക്ലിയർ ആവണ്ട റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എപ്പോഴും ഒരു എനർജി ഉണ്ടാവും. എവറി ബീറ്റ എമിഷൻ ഓർ ആൽഫ എമിഷൻ വാട്ട്സ് എവർ ദർ വിൽ ബി എനർജി റൈറ്റ്. അപ്പോൾ ഇവിടുത്തെ എനർജി എന്താ എഴുതുക? Q = Δ mc² എന്ന് എഴുതാം അല്ലേ. അല്ലെങ്കിൽ ഞാൻ എളുപ്പം വഴി പറഞ്ഞതുകൊണ്ട് മെഗാ ഇലക്ട്രോൺ വോൾട്ടിൽ എന്താ എഴുതാം? ഇതെന്താ mx റൈറ്റ്. ക്ലിയർ ആവണ്ട. അപ്പോൾ ഇവിടെ mx എന്ന് പറഞ്ഞാൽ എന്താ? പാരൻ്റ് അല്ലേ. ഇവിടെ പാരൻ്റ് ആരാ? ഇവിടുത്തെ പാരൻ്റ് ആരാ നോക്കിയേ? പാരൻ്റ് പി ആണ്. പി അല്ലേ ന്യൂട്രോൺ എന്നൊക്കെ പറയാം. -my ഇവിടുത്തെ ഡോട്ടർ ആരാ? ഇതല്ലേ. സോ mn പ്ലസ് ഒരു me ബ്രാക്കറ്റ് ഇങ്ങനെ ആക്കായിരുന്നു അല്ലേ റൈറ്റ്. ഇൻറ്റു c² പകരം എന്ത് എഴുതും? 93.15 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ക്ലിയർ ആണ്ട റൈറ്റ്. ഇതിരിക്കട്ടെ കേട്ടാ. ഇത് എന്തിൻ്റെ കേസായിരുന്നു? നമ്മുടെ ബീറ്റ പ്ലസ് ഡി കെ അല്ലേ. ഇതേമാതിരി ഞാൻ ബീറ്റ മൈനസ് ഡി കെനെ എഴുതണമായിരുന്നു, ഞാൻ മറന്നുപോയതാണ്, ക്ഷമിക്കുക റൈറ്റ്. അതിവിടെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ റൈറ്റ്. അപ്പോൾ അതിൻ്റെ എന്തായിരുന്നു? അഗെയിൻ Q = Delta mc² ഫോർ എനി റേഡിയേഷൻ എമൗണ്ട് ഓഫ് എനർജി ഓർ എനർജി വിൽ ബി റിലീസ്ഡ്. സോ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മാസ് ഡിഫക്റ്റ് ആണ്. അവിടെ പാരൻ്റ് ആറ്റം എന്താണ്? mxന് പകരം എന്താ എഴുതുന്നത്? പാരൻ്റ് ആറ്റം അല്ലേ. അവിടെ ന്യൂട്രോൺ ആണ് പ്രോട്ടോൺ ആയിട്ട് മാറുന്നത് അല്ലേ. സോ mn - mp + me റൈറ്റ് അല്ലേ. ഇത് ഇൻറ്റു 93.15 അല്ലേ അല്ലേ. അപ്പോൾ സി ഗൈസ്, ഇവിടെ ബീറ്റ മൈനസ് ഡി കെയിൽ വരുമ്പോൾ വിച്ച് ഈസ് ഹാവിങ് മാസ് ഓഫ് പ്രോട്ടോൺ ആൻഡ് മാസ് ഓഫ് ന്യൂട്രോൺ ഓർമ്മ ഉണ്ടാകും. മാസ് ഓഫ് പ്രോട്ടോൺ 1.625 ആണ് റൈറ്റ്. ഏതാണ്ട് ഇക്വലൻ്റ് ആണെങ്കിലും മാസ് ഓഫ് ന്യൂട്രോൺ ഈസ് ലാർജർ ദാൻ മാസ് ഓഫ് പ്രോട്ടോൺ 1649 ആയിരിക്കും. അപ്പോൾ mn ഈസ് ഗ്രേറ്റർ ദാൻ mp എന്ന് വരുമ്പോൾ ഈ ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ ബീറ്റ മൈനസ് ഡി കെയിൽ ബീറ്റ മൈനസ് ഡി കെയിൽ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു mn ഗ്രേറ്റർ ദാൻ mp. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു, അത് കുറയാണ് ചെയ്തത്. സോ ഐ ക്യാൻ സേ മാസ് ഹാസ് ഡിക്രീസ്ഡ് അല്ലേ. മാസ് ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണോ മക്കളെ? എനർജി റിലീസാണ് ചെയ്തിട്ടുള്ളത്. അതായത് മാസ് എനർജി റിലീസ് ചെയ്തിരിക്കുക ചെയ്യണത്. ക്ലിയർ റൈറ്റ്? ക്ലിയർ റൈറ്റ്. എന്നാൽ ബീറ്റ പ്ലസ് ഡി കെയിൽ നോക്കിയേ mp ആണ് ചെറുത് mnേക്കാളും അല്ലേ. അപ്പോൾ മാസ് എന്താ ചെയ്തിരിക്കണേ? കൂടി. പ്രോട്ടോണിൻ്റെ മാസ് ന്യൂട്രോണായി മാറുമ്പോൾ മാസ് ഹാസ് ഇൻക്രീസ്ഡ് റൈറ്റ്. മാസ് ഇൻക്രീസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താടോ? അത് എനർജി വലിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. എന്തുകൊണ്ടാണ്? Q നോക്കിയടോ, ഇത് ചെറുതും ഇത് വലുതുമാണ്. അപ്പോൾ Q is negative. Q negative indicates that energy is absorbed. ഇവിടെ എനർജി അബ്സോർബ് ആണ് ചെയ്യപ്പെടുന്നത്. ഇതൊക്കെ ഗുഡ് ടു നോ പോയിൻറ്റ്സ് ആണ്. ഇവിടെ നോക്കിയേ മാസ് കുറഞ്ഞു, എനർജി റിലീസാണ്. ദാറ്റ് മീൻസ് ഒന്ന് വാല്യൂ ഇട്ട് നോക്കിയേ mp ചെറുതും mn കൂടുതലാണ്. അപ്പോൾ എന്താ? Q is positive. That means energy is what? Emitted or released. Keep that in mind. ഇതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എഴുതാം റൈറ്റ്. ഇതൊക്കെ നിങ്ങൾ ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞ സെക്ഷൻ കോൺസെപ്റ്റ് എടുക്കുമ്പോൾ ഞാൻ ഒത്തിരി കൂടി വൃത്തിയിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഓക്കെ ഇവിടെ Q നെഗറ്റീവ് എന്ന് എഴുതിയില്ലേ. ഇപ്പം ഞാൻ ഇവിടെ ഒന്ന് ചെറുതാക്കി എഴുതാം കേട്ടോ. ഇവിടെ സൈഡിൽ എഴുതാം നല്ലത്. ഇത് ബീറ്റ നെഗറ്റീവ്, ബീറ്റ പോസിറ്റീവ്. ബീറ്റ നെഗറ്റീവിൽ എന്തൊക്കെ ടേംസ്? ഇവിടെ മാസ് ഡിക്രീസ്, ഇവിടെ മാസ് ഇൻക്രീസ്ഡ് അല്ലേ. ഇവിടെ എനർജി റിലീസ്ഡ്, ഇവിടെ എനർജി അബ്സോർബ്ഡ് റൈറ്റ്. ഇവിടെ Q പോസിറ്റീവ്, ഇവിടെ Q നെഗറ്റീവ്. ഇത്രയും 3 ടേംസ് എഴുതാൻ പറ്റുമോ? ഇനി
ഈ എല്ലാം കോൺസെപ്റ്റ് വെച്ചിട്ട് ഐ ക്യാൻ സേ ബീറ്റ നെഗറ്റീവ് ഡീകെ ഈസ് എ എനർജി റിലീസ്ഡ് അല്ലേ? റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ എക്സോതെർമിക് റിയാക്ഷനാണ്, റൈറ്റ്? എക്സോതെർമിക്, റൈറ്റ്? വെറസ് ദിസ് ഇസ് എൻഡോതെർമിക് റിയാക്ഷൻ. ഇതൊക്കെ നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ, റൈറ്റ്? അതുകൊണ്ട് എക്സോതെർമിക് റിയാക്ഷനാണ് കൂടുതൽ സ്പോണ്ടേനിയസ് ആയിരിക്കുക. അപ്പോൾ ഈ റിയാക്ഷൻ, അതായത് ബീറ്റ നെഗറ്റീവ് ഡീകെ ഇസ് മോർ സ്പോണ്ടേനിയസ് ദാൻ ബീറ്റ പോസിറ്റീവ് ഡീകെ. ഇതൊക്കെ നമ്മൾ നീറ്റിൽ ഇങ്ങനെ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. ക്ലിയർ? റൈറ്റ്. നെക്സ്റ്റ് ഡീകെയിലെ ലാസ്റ്റ് ഭാഗമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ലോസ് ഓഫ് റേഡിയോ ആക്ടിവിറ്റിയിലേക്ക് ചാടും. ദാറ്റ് ഈസ് ഗാമ അച്ചോ ഡീകെ, റൈറ്റ്? ഗാമ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്, റൈറ്റ്? അത് ഏറ്റവും സിംപ്ലസ്റ്റ് ഡീകെ പഠിക്കാം കേട്ടോ. അതായത് ഏതൊരു ആറ്റവും എന്ന് പറഞ്ഞാൽ ഏതൊരു ന്യൂക്ലിയൻ വിച്ച് അണ്ടർഗോസ് ആൽഫ പാർട്ടിക്കിൾ എമിഷൻ ഓർ ബീറ്റ എമിഷൻ, ബീറ്റ പ്ലസോ മൈനസോ, ദേ വിൽ കോൺസിക്വൻ്റ്ലി അണ്ടർഗോ ഗാമ. ആൽഫ ആയാലും ഗാമ റേഡിയേഷൻ ഉണ്ട്, ബീറ്റ എമിഷൻ കഴിഞ്ഞതിന് ശേഷം ഗാമ റേഡിയേഷൻ ഉണ്ട്. അപ്പോൾ ഇത് എപ്പോഴും സന്നദ്ധ സഹചാരിയാണ് ആൽഫയ്ക്കും ബീറ്റയ്ക്കും. അതായത് ഏതൊരു ന്യൂക്ലിയയും വിച്ച് അണ്ടർഗോസ് ആൽഫ എമിഷൻ ഓർ ബീറ്റ എമിഷൻ, ദി സഡൻലി ഗോ ടു ആൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. എന്തിൽ? ന്യൂക്ലിയസിൻ്റെ ഉള്ളിലോട്ട്, അല്ലാണ്ട് നമ്മുടെ എനർജി ലെവൽ മാറിയല്ല കേട്ടോ. അതായത് നമ്മുടെ ന്യൂക്ലിയസിൽ തന്നെ നമുക്ക് എനർജി ലെവലിൽ നിന്നിട്ട് ഡിവൈഡ് ചെയ്യാം, റൈറ്റ്? അപ്പോൾ അവിടെ ഒരു ആൽഫ എമിഷന് ശേഷം, റൈറ്റ്, സാധാരണഗതിയിൽ ഒരു എനർജി ട്രാവലിംഗ് ഉണ്ടാവുകയാണ്, റൈറ്റ്? സോ അതായത് ഒരു ഹയർ അൺസ്റ്റേബിൾ കണ്ടീഷനിലേക്ക് പോവാണ്. മൊത്തത്തിൽ ന്യൂക്ലിയർ അൺസ്റ്റേബിൾ ആവുകയാണെങ്കിൽ എന്താ, മൊത്തം ആറ്റവും അൺസ്റ്റേബിൾ ആവും. അപ്പോൾ തിരിച്ചതിൻ്റെ സ്റ്റേബിൾ കണ്ടീഷനിലേക്ക് വരണം, റൈറ്റ്? ദാറ്റ് ഈസ് ഡൺ ബൈ എമിറ്റിംഗ് എ പാർട്ടിക്കിൾ കോൾഡ് ഗാമ. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്? ക്ലിയർ ആവുണ്ട്? എത്ര നിങ്ങൾക്ക് ഗാമേനെ പറ്റി പഠിക്കാനുള്ളൂ, സിമ്പിളായിട്ടുള്ള ഭാഗം. ക്ലിയർ? നൗ നെക്സ്റ്റ് ടോപ്പിക് വിച്ച് യു ആർ ഗോയിങ് ടു ഡു ഇസ് ലോ ഓഫ് റേഡിയോ activity, right? Law of radioactivity. ഇതൊക്കെ എന്ത് നല്ല സൂപ്പർ ടോപ്പിക്കാണെന്നറിയോ? ഇതൊക്കെ എന്തിനാ സിലബസിൽ നിന്ന് എടുത്താൽ എനിക്കറിഞ്ഞൂടാ. കെമിസ്ട്രി ഒക്കെ പഠിച്ചവർക്ക് സാധാരണ ഭയങ്കര ഇഷ്ടമാണ് അവർ. നിങ്ങൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുള്ളത് അത്. അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻ എന്നൊക്കെ പറയുന്നത് ഒരു റാൻഡം ആയിട്ടുള്ള പ്രോസസ്സാണ്. റാൻഡം എന്ന് പറയുന്നത് അങ്ങ് നടന്നു പോണതാണ്. ഒബ്വിയസ്ലി മാൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ഒബ്വിയസ്ലി അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. സോ റേഡിയോ ആക്റ്റീവ് ആക്ടിവിറ്റി ഈസ് എ റാൻഡം പ്രോസസ്സ്, റൈറ്റ്? അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റി റാൻഡം പ്രോസസ്സ് ആകുമ്പോൾ എന്താ, ഒരു പർട്ടിക്കുലർ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ന്യൂക്ലിയസിനെ എപ്പോൾ വേണമെങ്കിലും ഇറ്റ് ക്യാൻ അണ്ടർഗോ ഡീകെ അറ്റ് എനി ടൈം. എപ്പോൾ വേണമെങ്കിലും അതിന് ഡീകെ ആവാം, അല്ലേ? അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കനോട്ട് പ്രെഡിക്റ്റ് വെൻ എ പർട്ടിക്കുലർ ഡീകെ ഹാപ്പൻസ്. എപ്പോൾ അത് ഡീകെ ആവും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ കേസസ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കൊല്ലത്തെ പോപ്പുലേഷൻ ഇത്രയാണ്, അടുത്ത കൊല്ലത്തെ പോപ്പുലേഷൻ ഇങ്ങനെ ആകാം എന്നല്ലേ പറയും, ഇങ്ങനെ ആയിരിക്കും എന്ന് പറയില്ല, റൈറ്റ്? ദാറ്റ് മീൻസ് യു ടേക്ക് എ ലോട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലേ? ആൻഡ് യു മേക്ക് വാട്ട് ഇസ് നോൺ ആസ് പ്രിഡിക്ഷൻ, അല്ലേ? അതെങ്ങനെയാണ് ആവറേജ് ഒക്കെ എടുത്തിട്ടല്ലേ? സോ റൂദർഫോർഡും സോഡിയും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സയൻറ്റിസ്റ്റുകൾ, they did a lot of experiments, right? അങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് പറഞ്ഞാൽ കുറേ സ്റ്റാറ്റിസ്റ്റിക് ആയിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്തു, റൈറ്റ്? ആൻഡ് ബേസ്ഡ് ഓൺ ദിസ് ഓൺലി they stated what is now known as radioactive law of radioactivity. അതായത് ഞാൻ പറഞ്ഞത്, when there is a large number of nuclei, right, rate of decay or disintegration, both are same, right? Rate of decay or disintegration, spelling and the disintegration therapy, right, is proportional to number of nuclei in the sample. എക്സാക്ട് ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് വാക്കുകൾ മാറിയിട്ടുണ്ടാവും. ദയവേത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കണം. ദിസ് ഇസ് റേഡിയോആക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് സെറ്റ് ബൈ റൂദർ. ഇത് റൂദർഫോർഡാണ് പറഞ്ഞതെന്നൊന്നും എഴുതിയിട്ടില്ല, ജസ്റ്റ് റേഡിയോ ആക്റ്റീവ് ലോ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ക്ലിയർ? അപ്പോൾ
അപ്പോൾ എന്താണെന്നുള്ളത് അറിയണം അല്ലേ. അപ്പോൾ ആദ്യം നോക്കി, വെൻ ദർ ഇസ് എ ലാർജ് നമ്പർ ഓഫ് ന്യൂക്ലിയേ. അപ്പോൾ ലാർജ് നമ്പർ, ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ന്യൂക്ലിയേ അറ്റ് എ മൊമെൻറ്റ്, ഈ സമയം ഈ നിമിഷത്തിൽ ഇപ്പോൾ ഇതിൻ്റെ നമ്പർ ഓഫ് ന്യൂക്ലിയേ എന്നാണെന്ന് വിചാരിക്കാം. റൈറ്റ്. അപ്പോൾ കുറച്ച് ഡി ടി സമയം, കുറച്ചൊരു ഇൻ്റർവെല്ലിനുള്ളിൽ ഡി എൻ എമൗണ്ട് ഓഫ് ന്യൂക്ലിയൈ ഡി കെ ആയി എന്ന് വിചാരിക്കും. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഒരു പാത്രത്തിൽ നിങ്ങൾ കുറേ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടു. ആ നിമിഷത്തിൽ തുടക്കം എടുക്കാൻ പറ്റില്ല നമുക്ക്. വി ആർ നോട്ട് ടേക്കിംഗ് ദാറ്റ് ആസ് ദി ഇനീഷ്യൽ പോയിന്റ്. അറ്റ് ദാറ്റ് പോയിന്റ് ലെറ്റ്സ് സേ ടി ഈസ് ഈക്വൽ ടു ടി സെക്കൻഡ്സ്. റൈറ്റ്. ആ ഒരു സമയത്തിൽ ആ പാത്രത്തിൻ്റെ ഉള്ളിൽ എൻ നമ്പർ ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉണ്ട്. കുറച്ച് സമയം ഡി ടി എന്ന ടൈം ഇൻ്റർവെല്ലിൽ ലെറ്റ്സ് സേ ഡി എൻ എമൗണ്ട് ഓഫ് ന്യൂക്ലിയർ ഹാസ് ഡീക്കേഡ്. അങ്ങനെയാണെങ്കിൽ ഹൗ ക്യാൻ ഐ റൈറ്റ് റേറ്റ് ഓഫ് ഡി കെ? റേറ്റ് ഓഫ് ഡി കെ ഈസ് ഈക്വൽ ടു ഡി എൻ ബൈ ഡി ടി. റൈറ്റ്. പക്ഷെ ഞാനിവിടെ ഒരു മൈനസ് ഇടും. എന്തുകൊണ്ടാണ്? ഡി എൻ എന്ന് പറഞ്ഞത് ചേഞ്ച് ആണല്ലേ. നോക്കി, ആദ്യം 100 ഉണ്ടെങ്കിൽ പിന്നെ അത് 50, അങ്ങനെ 50 അല്ലെങ്കിൽ കുറഞ്ഞല്ലേ വരുന്നത്. ദറ്റ് ഈസ് നമ്പർ ഓഫ് ന്യൂക്ലിയർ ഫൈനൽ മൈനസ് നമ്പർ ഓഫ് ന്യൂക്ലിയർ ഇനീഷ്യൽ എന്നാണ് സാധാരണ ഡി എൻ എന്ന് പറയുന്നത് അല്ലേ. ചേഞ്ച് ഇൻ നമ്പർ ഓഫ് ന്യൂക്ലിയർ അല്ലേ. ഇത് ഫൈനൽ കുറവല്ല ഉണ്ടാവുക ഇനീഷ്യലിനേക്കാളും. ഡി കെ എന്ന് പറഞ്ഞാൽ എന്താടോ കുറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ മൈനസ് ഡി എൻ ബൈ ഡി ടി എന്ന് പറയുന്നത്. ദിസ് ഇസ് റേറ്റ് ഓഫ് വാട്ട്? ഡി കെ അല്ലേ. ഡി എൻ. ഇപ്പോൾ നമ്മളോട് ലോ പറഞ്ഞിട്ടുള്ളത് ഈ റേറ്റ് ഓഫ് ഡി കെ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വാട്ട്? നമ്പർ ഓഫ് ന്യൂക്ലിയർ അല്ലേ. ക്ലിയർ ആവുണ്ടെന്ന് ഇരിക്കണേ. റേറ്റ് ഓഫ് ഡി കെ ഓർ ഡിസൻറ്റഗ്രേഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ. എത്രയുണ്ട് നമ്പർ ഓഫ് ന്യൂക്ലിയർ ഇൻ ദ സാമ്പിൾ? എന്നല്ലേ ഉള്ളൂ ഈ നിമിഷത്തിൽ. ഈ പ്രൊപ്പോർഷണൽ കളയാൻ വേണ്ടി യു ക്യാൻ റൈറ്റ് ഡി എൻ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ലാംഡ ജസ്റ്റ് ഇസ് നോൺ ആസ് ഡി കെ കോൺസ്റ്റൻറ്റ്, ഡിസൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ്, റേഡിയോ ആക്റ്റീവ് കോൺസ്റ്റൻറ്റ്, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. റൈറ്റ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡി ആർ ബൈ ഡി ടി എന്നൊക്കെ പറഞ്ഞിട്ട്, ആൽഫ ഇൻറ്റു ആർ എന്നൊക്കെ പഠിച്ചിട്ട്. അപ്പോൾ ഇതിൽ ലാംഡ എന്ന് പറഞ്ഞ സാധനം വിച്ച് ഇസ് ഡി കെ കോൺസ്റ്റൻറ്റ് ഈസ് എലമെൻറ്റ് ഡിപ്പെൻഡൻറ്റ്. ഏതാണ് എലമെൻറ്റ് എടുക്കണത്, അല്ലെങ്കിൽ ഏതാണ് ആറ്റം എടുക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് ന്യൂക്ലിയർ എടുക്കുന്നത്, അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യണം. റൈറ്റ്. അപ്പോൾ നോക്കടോ, എൻ്റെ കയ്യിൽ 100 മിഠായി എന്നിരിക്കും. അതിൽ നിന്നല്ലേ എനിക്ക് കൂടുതൽ അല്ലേ തിന്നു പോവുക അല്ലേ. കുറവ് മിഠായി നിന്ന് കുറച്ചല്ലേ തിന്നുള്ളൂ. റൈറ്റ്. സോ ഐ ക്യാൻ സേ റൈറ്റ് ഡി എൻ ബൈ ഡി ടി അല്ലേ. അല്ലെങ്കിൽ എത്രത്തോളം എന്നു കൂടുന്നു, എത്രത്തോളം സാമ്പിൾസ് ഉണ്ടോ, ന്യൂക്ലിയർ സാമ്പിൾസ് ഉണ്ടോ, അത്രത്തോളം കൂടുതലായിരിക്കും എൻ്റെ ഡി കെ. ക്ലിയർ. റൈറ്റ്. പൈസ കൂടുതലിട്ടെങ്കിലല്ലേ നമ്മൾ സ്പെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ല, സ്പെൻഡ് ചെയ്യാൻ ടെൻഡൻസി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ഹാവ് ലോട്ട് ഓഫ് മണി യു ക്യാൻ സ്പെൻഡ് നോട്ട് മച്ച് മോർ. ഇഫ് യു ഹാവ് ലെസ് എമൗണ്ട് ഓഫ് മണി യു ക്യാൻ സ്പെൻഡ് ലീസ്റ്റ് എമൗണ്ട് ഓഫ് ഇറ്റ്. ക്ലിയർ. അപ്പോൾ ഈ ക്വസ്റ്റൻ കുറച്ചും കൂടി നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ദിസ് ഇസ് വൺ ഫോം ഓഫ് റൈറ്റിംഗ് വാട്ട് യുവർ ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി. നൗ വിൽ റൈറ്റ് സം അതർ ഫോംസ്. റൈറ്റ്. അതായത് എക്സ്പോണൻഷ്യൽ ഫോമുണ്ട്, ലോഗ് ഫോമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റനെ തന്നെ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം നോക്ക് കേട്ടോ. മൈനസ് ഡി എൻ ബൈ എൻ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ട്, സോറി. റൈറ്റ്. ഇങ്ങനെ എഴുതി കൂടെ. ഇതിന് ഞാൻ 2 സ്ഥലത്തും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവാം. അപ്പോൾ സപ്പോസ് ടി ഇസ് ഈക്വൽ ടു 0 തുടക്കത്തിൽ സാമ്പിൾ തുടങ്ങിയിട്ടുള്ളൂ. ആ സമയത്ത് സാമ്പിളുടെ എമൗണ്ട് എൻ നോട്ടാണെന്ന് വിചാരിക്കാം. അപ്പോൾ ടി ഇസ് ഈക്വൽ ടു ടി ഇൻ്റർവെല്ലിൽ ആ എൻ നോട്ട് എന്തായി മാറി? എൻ ആയി മാറി എന്ന് വിചാരിക്കുക. റൈറ്റ്. ഇനീഷ്യൽ എമൗണ്ട് ഇസ് എൻ നോട്ട് എമൗണ്ട് ഓഫ് സാമ്പിൾസ് വിച്ച് ഹാസ് റെഡ്യൂസ് ടു എൻ ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവൽ ഫ്രം 0 ടു ടി. അപ്പോൾ 0 ടു ടി ഇൻ്റർവെല്ലിൽ എൻ 0 നിന്ന് എന്നിലേക്ക് മാറി. ഇതാണ് അപ്പർ ലിമിറ്റ്, ലോവർ ലിമിറ്റ്. സന്തോഷമായ ഇനി ഇൻ്റഗ്രേഷൻ ചെയ്യണം. ശ്രദ്ധിക്കുക. 1/n ഇൻ്റഗ്രേഷൻ എന്താ? ലോഗ് ഇ ടു ബേസ് അല്ല, എക്സ്പോണൻഷ്യൽ വെച്ചിട്ട് ചെയ്യാൻ നല്ലത്. അയച്ച് ലോഗ് എൻ അപ്പർ ലിമിറ്റ് ലോവർ. ഇതെന്തു വഴി? റൈറ്റ്. ഈ മൈനസ് ഞാൻ ഇയാൾക്ക് കടം കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ മൈനസ് ഇട്ട സുഖം വരില്ല, കുഴപ്പമൊന്നുമില്ല, എന്നാലും അത് പോവാത്തതിൻ്റെ റൈറ്റ്. ഇസ് ഈക്വൽ ടു റൈറ്റ് മൈനസ് ലാംഡ 1 ടി തന്നെയാണ് അപ്പർ ലിമിറ്റ് ടി, ലോവർ ലിമിറ്റ് 0. റൈറ്റ്. ലോഗ് ഇ എന്നുള്ളത് എന്താ? ലോഗ് ഇ എൻ മൈനസ് അപ്പർ ലിമിറ്റ് ഇട്ടു, ലോവർ ലിമിറ്റ് ഇട്ടു അല്ലേ. എൻ മൈനസ് ലോഗ് ഇ എൻ 0. റൈറ്റ്.
is equal to minus lambda t മാത്രം ഇട്ടാൽ മതി. അപ്പർ ലിമിറ്റ് മൈനസ് മറ്റേ ലോവർ ലിമിറ്റ് 0 അല്ലേ. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി എന്താ? ലോഗ് എ ബൈ ബി. സോ ലോഗ് ഇ n by n naught is equal to minus lambda t. This is the exponential form of our radioactive law. Right? നല്ല ഭംഗിയില്ലേ? ഇനി നമ്മൾ എന്താണ് എക്സ്പോണൻഷ്യൽ എന്നാണ് പറഞ്ഞത്, ലോഗ് ഫോം ഇട്ടാ, ലോഗരിതമിക് ഫോം ഓഫ് റേഡിയോ law. ഇനി ഇതേ നമ്മൾ ലോനെ വി ആർ ഗോയിങ് ടു റൈറ്റ് ഇൻ എക്സ്പോണൻഷ്യൽ ഫോം ഓൾസോ. അപ്പോൾ ഈ ഇക്വേഷൻ എനിക്ക് എന്ത് എഴുതാം? n by n naught is equal to ലോഗ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്താവും? e raised to minus lambda t എന്ന് എഴുതാം അല്ലേ. or I can write n is equal to n naught e raised to minus lambda t, where n is the amount of nuclei at this moment t, n naught is the amount of nuclei which was present in the starting or initial nuclei amount. Right? T is the time interval. Right? അപ്പോൾ നോക്കിയേ, ഇതിൽ നിന്ന് എനിക്ക് 2-3 കാര്യങ്ങൾ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കാം? വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് എൻ യു ക്യാൻ ഡ്രോ ദിസ് ആസ് ലൈക്ക് എക്സ്പോണൻഷ്യൽ ഗ്രാഫ് അല്ലേ. റൈറ്റ്? -1 goes on reducing അല്ലേ. റൈറ്റ്. സോ ഇതിൽ 2-3 കാര്യങ്ങൾ. തുടക്കത്തിൽ നോക്കിയേ, ടി ഈസ് ഇക്വൽ ടു 0. ആ ടി ഈസ് ഇക്വൽ ടു 0 എന്നുണ്ടെങ്കിൽ ഈ ഫാക്ടർ 0 ആയി കഴിഞ്ഞാൽ ഇത് 1 ആയി. സോ ഐ ക്യാൻ റൈറ്റ് n ഈസ് ഇക്വൽ ടു n naught. ഇതല്ല, തുടക്കത്തിൽ നമ്പർ ഓഫ് സാമ്പിൾസ് വിൽ ബി ഈക്വൽ ടു n naught. അതല്ലേ പറയണത്. ടി ഈസ് ഇക്വൽ ടു ഇൻഫിനിറ്റി ആയാലോ, സമയം കുറേ കഴിഞ്ഞാൽ e raised to minus infinity 0. അപ്പോൾ എന്നെന്താ? 0 ആയി. കണ്ട, കുറേ സമയം, ഇൻഫിനിറ്റ് സമയം കഴിഞ്ഞാലേ എമൗണ്ട് ഓഫ് സാമ്പിൾ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, ഈ ബോംബ് നമ്മുടെ ഹിരോഷിമ നാഗസാക്കിയിൽ ഇപ്പോഴും ദർ ഇസ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താ? ബിക്കോസ് ഇറ്റ് ടേക്സ് ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഇൻഫൈനൈറ്റ് ഇയേഴ്സ് ടു ബിക്കം, സോ ദാറ്റ് ദ എൻറ്റയർ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ബിക്കംസ് ഡിക്കേഡ്. അത്ര സമയം എടുക്കും. ക്ലിയർ ആവണ്ട? ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത് ചേട്ടാ. ഡിഫൈൻ decay constant. decay constant എന്താണോ? നമ്മുടെ ലാംഡേൻ്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? റൈറ്റ്. അപ്പോൾ നമ്മൾ പറയാം കേട്ടോ, ഞാൻ പറയണത് ടി ഈസ് ഈക്വൽ ടു 1 by lambda എന്നിട്ട് നോക്ക് കേട്ടോ. റൈറ്റ്? ഏത്? n ഈസ് ഈക്വൽ ടു n0 e raised to minus lambda t. Put t is equal to 1 by lambda. So you will get an expression like this, n naught raised to minus t ൻ്റെ സ്ഥലത്ത് 1 by lambda എന്നിട്ടാണ്. ലാംഡ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ e raised to minus 1 എന്ന് വരും. n naught divided by e raised to minus 1 എന്നാണ്. അറിയുമെന്നറിയില്ല. 1 by e-ൻ്റെ വാല്യൂ ഇസ് 0.368 or it is 36.8 divided by 100 അല്ലേ? അല്ലല്ലോ. അതായത് 36.8 by 100 എന്ന് പറയുന്നത് 36.8%. റൈറ്റ്? ഒന്നുകൂടെ എഴുതിയേ. അപ്പോൾ എനിക്കിതിന് എന്ത് എഴുതാം? 36.8% ഓഫ് n naught. റൈറ്റ്? ഇത് എവിടെ ഇരിക്കട്ടെ കേട്ടോ. ഓക്കെ. അതായത് വെൻ ഐ പുട്ട് ടി ഈസ് ഈക്വൽ ടു 1 by lambda, അതായത് ടീന് 1 by lambda ഇട്ടപ്പോൾ ഇപ്പോഴത്തെ സാമ്പിളിൻ്റെ എമൗണ്ട് എത്രയാ? ആദ്യത്തെ എമൗണ്ട് ഇട്ടിട്ട് 36.8% ഉള്ളൂ. റൈറ്റ്? ഒന്നുകൂടി ശ്രദ്ധിച്ച്. സോ ലിസൺ ടു ദ ഡെഫിനിഷൻ ഓഫ് ലാംഡ. ലാംഡ, ഈ ലാംഡേനെ എനിക്ക് ഇങ്ങനെ എഴുതി കൊടുക്കും. ലാംഡ ഇസ് ഈക്വൽ ടു 1 by t എന്ന് എഴുതാം അല്ലേ. സോ ലാംഡ is the reciprocal of time in which the number of undecayed nuclei becomes 36.8% of its initial amount. So someone asks you what is the definition of decay constant, right? ഇതെന്തു അടിക്കുമായ കുറച്ച് മനുഷ്യർ പ്രാന്തോട് പോയിന്ന് ഞാൻ എന്തൊക്കെ മാറ്റി കളഞ്ഞു. എന്താണ് പറ്റിയത്? അപ്പോൾ എന്ത് എഴുതി വെച്ചിരുന്നത്? സോറി, n is equal to n0 അല്ല ഇൻറ്റു 36.8 ആണെന്ന് വിചാരിക്കണം. ഏതെങ്കിലും ഓർഡറിലായാലും കുഴപ്പമില്ല. റൈറ്റ്? ഒന്ന് ശ്രദ്ധിച്ച്. സോ ലാംഡ ഇസ് ഇവിടെ 1 by t അല്ലേ. ഇതിൽ നിന്ന് ഇങ്ങനെ എഴുതാം. സോ വാട്ട് ഇസ് ദ ഡെഫിനിഷൻ ഓഫ് ലാംഡ? ലാംഡ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ടൈം ഇൻ വിച്ച് ദ നമ്പർ ഓഫ് undecayed nuclei ലെഫ്റ്റ് എന്ന് പറയുന്നത് ബാക്കി left is 36.8% of its initial amount. റൈറ്റ്? ലാംഡ എന്ന് പറയുന്നത് 1 by t സമയമാണ്. ആ സമയത്തിനുള്ളിൽ എന്താ ഉണ്ടായേ? ഇപ്പോഴത്തെ സാമ്പിളിൻ്റെ എമൗണ്ട് ആദ്യം തുടക്കം മുതലുള്ള സാമ്പിളിൽ 36.8% ഉള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം,
എത്ര 36.8% ഇപ്പോൾ ഉള്ളെങ്കിൽ എത്രയാണ് ഡി കെ ആയിപ്പോയി? 63.2% ഡി കെ ആയിപ്പോയി. അപ്പോൾ എന്താ വേറെ ഡെഫിനിഷൻ പറയാം? ലാംഡ ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ദ ടൈം ഡ്യൂറിങ് വിച്ച് the amount of sample has decayed. Or amount of sample which has been decayed is 63.2% of the initial amount. 63.2% ഭാഗം ഡീക്കേ ആയി പോയി. ക്ലിയർ? ആ ടൈമിൻ്റെ റെസിപ്രോക്കലാണ് ലാംഡ. ഇങ്ങനെയാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയാൻ പറ്റുള്ളൂ. ക്ലിയർ ആവണ്ട? ഇനി അതേമാതിരി നമുക്ക് അറിയേണ്ടതാണ് ഹാഫ് ലൈഫ് ഡീക്കേ. അതിന് നിങ്ങൾക്ക് ടി ഹാഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് കാണും. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ടൈം റിക്വയർഡ് ബൈ ദ ടൈം ബൈ വിച്ച് ദ ന്യൂക്ലിയർ വിൽ ബി ഡീക്കേഡ് ടു ഇറ്റ്സ് ഹാഫ് വാല്യൂ. അല്ലെങ്കിൽ ഹാഫ് വാല്യൂ മാത്രമേ അൺഡീക്കേ ആയിട്ടിരിക്കുള്ളൂ. ദാറ്റ് ഇസ് നോൺ ആസ് ഹാഫ് ലൈഫ് ഡീക്കേ. റൈറ്റ്? അതായത് ടി ഇസ് ഈക്വൽ ടു ടി ഹാഫിൽ എൻ എന്തായിട്ടുണ്ടാവും? ഇനീഷ്യൽ എമൗണ്ടിൻ്റെ പകുതി ആയിട്ടുണ്ടാവും. റൈറ്റ്? അപ്പോൾ നോക്കിയാൽ നമുക്ക് ആ ഒരു ഇക്വേഷൻ ഉണ്ടാവുമല്ലോ, ലോഗ് ഇ n by n naught is equal to minus lambda t എന്നുള്ളൊരു എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. റൈറ്റ്? അതിൽ ഇപ്പോൾ ലോഗ് ഇ എൻ ഇപ്പോൾ എന്തായെന്ന് പറയുന്നത്? ഇനീഷ്യൽ എമൗണ്ടിൻ്റെ പകുതി അല്ലേ? n naught by 2 naught is equal to minus t. ഇവിടെ എന്താ? ഹാഫ് ടൈം എന്ന് എഴുതുക. ടി ഹാഫിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ പോകണം കേട്ടോ. റൈറ്റ്? അപ്പോൾ n naught കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഗ് ഇ 1/2 മൈനസ് ലാംഡ ടി ഹാഫ് അല്ലേ? ടി ഇൻറ്റു ഹാഫ് അല്ലാണ്ട് ടി ഹാഫ് എന്ന് പറഞ്ഞ സഫിക്സ് ആണ്. റൈറ്റ്? ലോഗ് ഇ 2⁻⁻1 മൈനസ് ലാംഡ ടി ഹാഫ്. ലോഗ് 2⁻⁻1 എന്ന് പറഞ്ഞാൽ മൈനസ് ലോഗ് ഇ 2 ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ ടി ഹാഫ്. മൈനസ് മൈനസ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് എന്ന് എഴുതാമല്ലോ. ഓർ ഐ ക്യാൻ റൈറ്റ് ടി ഹാഫ് ഇസ് ഈക്വൽ ടു വാട്ട്? ലോഗ് ഇ 2 divided by lambda. ഇത് ഇക്വേഷൻ ഈ ലോഗ് 2 to the base e ൻ്റെ വാല്യൂ 0.693 ആണ്. 0.693 by lambda. This is the value of t half. Or a half life period of a radioactive material is only depending upon its decaying constant. Clear?